ഓക്കെ. സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻസും അതേപോലെ വീസ്റ്റോൺ ബ്രിഡ്ജ് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. റെസിസ്റ്ററിന്റെ കോമ്പിനേഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും നോക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. സോ ഈ ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നതിനായിരിക്കും. അതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ റെസിസ്റ്റർ കോമ്പിനേഷൻ ഇക്വേഷൻസ് ആണ്. അത് റെസിസ്റ്റേഴ്സ് ഇതുപോലെ സീരീസ് ആയിട്ട് R1 R2 അങ്ങനെ അങ്ങനെ പോയി പോയി Rn വരെ Rn റെസിസ്റ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3 + എക്സെട്ര അപ് ടു Rn ആണ്. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ പറയും കറണ്ട് I ആണ് കോൺസ്റ്റന്റ്, അല്ലെ? ഒരു നമ്മൾ ഇങ്ങനെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ റെസിസ്റ്ററിനും സെയിം കറണ്ട് ആണ് കിട്ടുക. I കോൺസ്റ്റന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ V എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിരിക്കും. ഇതേ കേസ് തന്നെയാണ് നമ്മൾ കപ്പാസിറ്ററിന്റെ കണക്ഷനിലും പഠിച്ചത്. പക്ഷെ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. അത് രണ്ടും എന്താ പറയുക, ഒരു ഓപ്പോസിറ്റ് ടൈപ്പ് ആണ്. ഇപ്പോൾ കപ്പാസിറ്ററിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക, സീനെറ്റ് 1/C net അങ്ങനെ വരിക 1/C1 + 1/C2 + എക്സെട്ര അപ് ടു 1/CN. ഓർക്കുന്നില്ലേ? സോ ബേസിക്കലി നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ട് അത് മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയാ, ഒരു എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് മുതലേ കാണുന്ന ഒരു സാധനം ഈ റെസിസ്റ്ററിന്റെ കേസാണ്. സോ ഓർമ്മയിൽ ഇരിക്കാനും ചിലപ്പോൾ റെസിസ്റ്റർ ആവും എളുപ്പം. സോ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്ററിന്റെ കേസ് പഠിച്ചു വെക്കുക. ഓക്കെ. ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി സംഭവം നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് ഇനി അടുത്തത് എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷന്റെ ഇക്വേഷൻ എന്താ? 1/Rnet = 1/R1 + സോറി 1/R2 + അങ്ങനെ 1/Rn വരെ. ഓക്കെ. ഇതാണ് പാരലൽ കോമ്പിനേഷനിലുള്ള റെസിസ്റ്റേഴ്സിന്റെ എന്താ പറയുക, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ആൻഡ് ഇവിടെ നേരത്തെ പറയാം, ഇവിടെ വിട്ടുപോയൊരു കാര്യം. സപ്പോസ് നമ്മുടെ അടുത്ത് ഞാൻ എവിടെ എഴുതാം, n റെസിസ്റ്റേഴ്സ് ഉണ്ട്. n റെസിസ്റ്റേഴ്സ് ഉണ്ട്. n റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് R. ഓക്കെ. R ഓം. R ഓമുള്ള n റെസിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ R നെറ്റ് എത്ര വരിക? എത്ര വരിക? n × R ആണ് വരിക. n × R. ഓക്കെ. R1 + R2 + R3 + അങ്ങനെ പറയുന്നതിന് പകരം R + R + R + അങ്ങനെ n ടൈംസ് R വരും. സോ n × R. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇതുപോലെ n റെസിസ്റ്റേഴ്സ് ഉണ്ട്. റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് R ഓം. അങ്ങനെയാണെങ്കിൽ 1/R നെറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/R + 1/R+ അങ്ങനെ n/R എന്ന് കിട്ടും. സോ R നെറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. R
നെറ്റ് എന്ന് പറയുന്നത് R/N ആണ്. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യല് കോൺസ്റ്റന്റ് ആയിരിക്കും, കറന്റ് ഡിഫറെന്റ് ആയിരിക്കും. കറന്റ് പോകാൻ ഒരു ഡിഫറെന്റ് പാത്തുകൾ ഉള്ള കാരണം കറന്റ് വേറെ വേറെ വഴിയിലേക്ക് പോകും. അതിന്റെ ആ ഓരോ വഴിയിലെയും കറന്റ് കണ്ടുപിടിക്കാൻ I = V/R1. ഇവിടുത്തെ I1 ആണെങ്കിൽ V/R, ഇവിടെ I2 ആണെങ്കിൽ V/R2. അങ്ങനെ കണ്ടുപിടിക്കാം. പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം അത്യാവശ്യം, ഇത് ബേസിക്കലി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് ചില ആൾക്കാരൊക്കെ ഇത് ഒഴിഞ്ഞു പോകും, ബാക്കി കാര്യങ്ങൾ മാത്രം പഠിക്കുക, ഇത് റെസിസ്റ്ററിന്റെ കോമ്പിനേഷന്റെ കേസ്. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് വി ഹാവ് ടു അപ്ലൈ ദിസ്. ഓക്കെ, നമുക്ക് കാണാം പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, ഓക്കെ, എൻ റെസിസ്റ്റേഴ്സിന്റെ കേസ് നമ്മൾ പഠിച്ചല്ലോ. കേസ് ഓഫ് എൻ റെസിസ്റ്റേഴ്സ്, അതില് ഞാൻ ആർ സീരീസ് ഡിവൈഡഡ് ബൈ ആർ പാരലലിന്റെ എന്താ പറയാ റേഷ്യോ എടുക്കാന്ന് വിചാരിക്കുക എൻ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ. ഓക്കെ, അതും ഈച്ച് ഓഫ് ആർ ഓം. അങ്ങനെയാണെങ്കിൽ ആർ എസ് നമ്മൾ കണ്ടുപിടിച്ചു N/R ആണ്. RP നമ്മൾ കണ്ടുപിടിച്ചു R/N ആണ്. സോ RS/RP എന്താ കിട്ടുക? ആറും ആറും ക്യാൻസൽ ചെയ്താൽ N² കിട്ടും, ശരിയല്ലേ? സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു 5 റെസിസ്റ്റേഴ്സ് ഇച്ച് ഓഫ് 5 ഓം, 5 ഓം എടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 ഓം ഉണ്ട് 6 ഓം എടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ, ഇതിനെ സീരീസിലും അതേപോലെ പാരലലിലും കോമ്പിനേഷൻ എടുത്തു. ആൻഡ് സീരീസ് ബൈ പാരലലിന്റെ റേഷ്യോ എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ 6 ഓമിന് ഇവിടെ പ്രസക്തി ഇല്ല, ആ നമ്പറിനാണ് പ്രസക്തി. സോ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, 5 റെസിസ്റ്റേഴ്സ് എടുത്തത്. സോ 5 ന്റെ സ്ക്വയർ. കണ്ടോ, ഇവിടെ ആറും ആറൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. സോ N² എന്നായി. സോ ആ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റണം, വെറുതെ എഴുതി സമയം കളയണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കേസ് പറയാനാണെങ്കിൽ, ഇതിന്റെ തന്നെ കപ്പാസിറ്റൻസിന്റെ കേസ് എന്ന് പറയുന്നത് CP/CS ആയിരിക്കും, N². കാരണം അതൊരു റെസിപ്രോക്കൽ റിലേഷൻ ആണല്ലോ ഇവര് തമ്മിലുള്ളത്. ഈ സി മനസ്സിലാവുന്നില്ലേ, കപ്പാസിറ്റൻസ് ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ, ഞാൻ അന്നും പറഞ്ഞിരുന്നു ഇന്നും പറയുന്നു. ഓക്കെ, സോ ആ കേസിലും ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഈ റേഷ്യോ ചോദിക്കുമ്പോൾ ചില സമയത്ത് P/S ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ 1/N² ആവും. സോ യു ഹാവ് ടു ബി ഫ്ലെക്സിബിൾ, അത് ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പറയാനുള്ളത്. പിന്നെ ഞാൻ അന്ന് കപ്പാസിറ്റൻസിന്റെ കേസിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പാരലലിന്റെ കേസിൽ, പാരലൽ പാരലൽ കോമ്പിനേഷന്റെ കേസിൽ ഞാൻ ഒരു 3 ഓമും 6 ഓമും എടുത്തു എന്ന് വിചാരിക്കുക. 3 ഓം 6 ഓം, ഇത് എ, ഇത് ബി. ആർ നെറ്റ് എത്രയാ ഒന്ന് നോക്കി പറഞ്ഞേ. 2 ആണ്. സോ 6×3 = 18/9 കിട്ടും. 2 ഓം അല്ലെ, 6 × 3 ÷ 6 + 3. ആൻഡ് ഇവിടെ 4 ഓമും 12 ഓമും ആണ് എടുത്തെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഞാൻ അന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞ വാല്യൂസാ, കാരണം ഇതുപോലത്തെ വാല്യൂസ് അത്യാവശ്യം എക്സാം പേപ്പറിൽ കണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം, പക്ഷെ എന്നാലും നല്ലതാണ്. സോ ഇവിടെ 12×4 48, 48/16 വരാം. സോ ഇവിടെ 3 ഓമ. ഇനി ഒരു കേസ് വരുന്നത്,
ഇതുപോലത്തെ വാല്യൂസ് 12, 6, 4, 12, 6, 6 ഓം 12 ഓം. ഇവിടെ ആണെങ്കിലോ 6 × 12 72/18 ആണ്. 4 ഓം. ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ? ഈ ആർ പാരലൽ കോമ്പിനേഷൻ ഈസ് ലെസ് ദാൻ R1, ലെസ് ദാൻ R2. ഈ കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ രണ്ട് എന്താ പറയാ, റെസിസ്റ്റേഴ്സ് എടുത്തു ആൻഡ് നമ്മൾ കോമ്പിനേഷൻ എടുത്തു. ആൻഡ് അതും പാരലൽ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആർ നെറ്റ് അല്ലെങ്കിൽ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും R1-നെക്കാട്ടും R2-നെക്കാട്ടും കുറവായിട്ടാണ് കിട്ടുന്നത്. കണ്ടോ? 3 ഓം 6 ഓം 2 ഓം കിട്ടി. കാരണം രണ്ടിനെക്കാട്ടും ചെറുതാണത്. എല്ലാത്തിനെക്കാട്ടും ആറിനെക്കാട്ടും മൂന്നിനെക്കാട്ടും ചെറുതാണ് രണ്ട്. അടുത്ത നോക്ക് 12-ഉം 4-ഉം. വി ഗെറ്റ് 3. കണ്ടോ? 12, 6. 4-നെക്കാട്ടും ചെറുത്, 12-നെക്കാട്ടും ചെറുത്. ഇവിടെ 6, 12. നമുക്ക് കിട്ടിയത് 4 ആണ്. 6-നെക്കാട്ടും ചെറുത്, 12-നെക്കാട്ടും ചെറുത്. ഓക്കെ. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, ദ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി the effective will always be less than the resistance of each of the resistors in combination. അതായത് പാരലില് കോമ്പിനേഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോമ്പിനേഷനിൽ എടുത്ത ഈച്ച് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടാവില്ല, ഈച്ച് റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസിനെക്കാളും ചെറുതായിരിക്കും കോമ്പിനേഷനുള്ള റെസിസ്റ്റൻസ്. ഓക്കെ. ഇതേ കേസ് നിങ്ങൾ സീരീസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. എന്താ കിട്ടുക? സീരീസിന്റെ കേസ് ആണെങ്കിൽ ഒരു 3-ഉം 6-ഉം എടുത്തെന്ന് വിചാരിക്കാം. 3 ഓം 6 ഓം എത്ര കിട്ടും? യാ, ആർ നെറ്റ് എന്ന് പറയുന്നത് 9 ഓം ആണ്. സോ ഇവിടെ ബേസിക്കലി RS എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ R1, ഗ്രേറ്റർ ദാൻ R2. കാരണം എന്തായാലും രണ്ടും കൂടെ ആഡ് ചെയ്യാണല്ലോ. എങ്ങനെയാണെങ്കിലും ചെറിയ സംഖ്യ ആഡ് ചെയ്താലും കൂടും. ഓക്കെ. സോ ഈ ഒരു കാര്യം ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. ഓക്കെ. സോ ഇത്രയൊക്കെയാണ് അതിൽ ബേസിക്കലി പറയാനുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും വിട്ടുപോയില്ലോ? ഇല്ല, വിട്ടുപോയില്ല എന്നാണ് എന്റെ വിശ്വാസം. ഈ ഒരു കാര്യം നോട്ട് ചെയ്യണേ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ വേറെ അധികം പണിയൊന്നുമില്ല, സിമ്പിൾ അല്ലേ സാധനം? ഓക്കെ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്ക്. ഹോംവർക്ക് വേണ്ട, നിങ്ങളിപ്പോ തന്നെ ഒന്ന് പറഞ്ഞു. സെക്കൻഡ് സെക്കൻഡ് തന്നെയാണ്. സിമ്പിളാ ആക്ച്വലി. ഇതുണ്ടോ, ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ ഈച്ച് സീരീസ് കോമ്പിനേഷൻ is smaller than the least resistance used in the combination. സോ ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നും. ഓക്കെ. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ലൈ എങ്ങനെ ഇത് ഇട്ട് കൊടുക്കും എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ അടിക്കാം, ആൻഡ് സമയം പോകാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒന്നിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാതെ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈക്വൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് അതല്ലെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മറ്റേതിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ. ദെൻ നമ്മൾ എടുക്കുന്ന ഒന്നിനെക്കാട്ടി. ദെൻ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ. അത് നമ്മൾ പറഞ്ഞാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ആൻഡ് മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണല്ലോ പറഞ്ഞു, മെറ്റീരിയൽ. സോ രണ്ടും ഹോൾസ് ആണ്. Okay. ഇനി വേറെ ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇത് നീറ്റ് 2021 ആണ്, PYQ.
കിട്ടുന്നുണ്ടോ? ആ. ഓക്കെ. ഇവിടെ എക്സ്പ്ലനേഷൻ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ കണക്ഷൻ, ദാറ്റ് പാരലൽ കണക്ഷൻ, ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇവിടുന്നാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോർ വയേഴ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. സോ 4 വയറുണ്ട്, അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് 4 ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ എൻ റെസിസ്റ്റേഴ്സ്. ആക്ച്വലി നമ്മൾ ഈ റെസിസ്റ്റർ റെസിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമാണെന്നില്ല, ഇപ്പൊ ഒരു വയർ വെച്ചാൽ തന്നെ അത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. സോ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് റെസിസ്റ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ ഈക്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് സെയിം മെറ്റീരിയൽ, എല്ലാം കറക്റ്റ് സെയിം ആണ്, അതായത് ഐഡന്റിക്കൽ ആണെന്ന് അർത്ഥം. ഓക്കെ. ദെൻ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ ബേസിക്കലി ഇവർ തന്നിരിക്കുന്നത് ഒരു R/N എന്ന് പറയുന്നത് 0.25 ഓം ആണ്, ശരിയല്ലേ? ആൻഡ് ആ എന്നിന്റെ വാല്യൂ നമുക്കറിയാം 4 ആണ്. സോ നമുക്ക് ഈച്ച് ഓഫ് ദ ആർ വാല്യൂ കിട്ടും 1 ഓമിന്. ഓക്കെ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് 4 ആണ്. സോ 1 ഓം ഉണ്ട്. 1 ഓം സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 ഓം കിട്ടും. സോ ആദ്യത്തെ കണക്ഷൻ എന്ന് പറയുന്നത് A, 1, 2, 3, 4. ഓക്കെ, ഇങ്ങനെ ഒരു കണക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇവിടെ ഇതിന്റെ എഫക്റ്റീവ് ആണ് നമുക്ക് R/N എന്ന് വിളിക്കാൻ പറ്റുക. ദാറ് 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 ദാറ്. ഈ R/N എന്ന് പറയുന്നതാണ് 0.25. ഇതാണ് ക്വസ്റ്റ്യൻ. സോ R/4 എന്ന് പറയുന്നത് 0.25. സോ R എന്ന് പറയുന്നത് 1 ഓം. ഓക്കെ. സോ ആ ഒരു ആസ്പെക്റ്റിൽ ചെയ്താൽ മതി, സിമ്പിൾ ആണ്. ആൻഡ് ഈ ഓരോ ഓമും സീരീസ് ആയിട്ട് വെക്കുക. സോ എന്ത് കിട്ടും? 4 ഓം കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇത് 1993 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ഞാൻ കപ്പാസിറ്റൻസിന്റെ കേസിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോ നമുക്ക്. 8/3 ആണോ? ഇവിടെ 8/3 ആണോ ചോദിക്കാം. 8/3. നമുക്ക് നോക്കാം. ഇതൊരു ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പിക്ചറൈസ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. സോ ഒരു സൈഡായി, 2 സൈഡായി, മൂന്നാമത്തെ സൈഡായി. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഏതെങ്കിലും 2 ടെർമിനലിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുന്നത് AB. സോ ഇവിടെ 4 ഓം ഉണ്ട്, 4 ഓം ഉണ്ട്, ഇവിടെ 4 ഓം ഉണ്ട്. ഓക്കെ, ഇതാണ് പിക്ചർ. ഈ പിക്ചർ മനസ്സിലായ ബാക്കി പിന്നെ സിമ്പിൾ ആണ്. ആൻഡ് ഈ 2 റെസിസ്റ്റേഴ്സ് സീരീസിലാണുള്ളത്. ആൻഡ് ഈ സീരീസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ 4 ഓമായിട്ട് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. സോ ഇതൊന്ന് വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ 4 ഓം A ഉണ്ട് ഇവിടെ, B ഉണ്ട് ഇവിടെ. ആ 2 റെസിസ്റ്ററും കൂടി കൂടിയാൽ 8 ഓം ആവും അല്ലേ? കാരണം സീരീസ് അല്ലേ 4 ഓം. സോ നമുക്ക് എഫക്റ്റീവ് എന്താ കിട്ടുക? എഫക്റ്റീവ് എങ്ങനെ കിട്ടുക? 8 × 4 ഡിവൈഡഡ് ബൈ 8 + 4. R പാരലൽ എന്ന് പറയുന്നത് 8 × 4 ഡിവൈഡഡ് ബൈ 8 + 4. സോ
8 into 4 divided by 12. സോ വെട്ടിപ്പോയി 8/3. ഇനി ചെറുതാക്കാൻ പറ്റില്ല. 8/3 ഓം. 8/3 ഓം. ആൻഡ് ഇതിന്റെ ഒരു ജനറൽ കേസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സോൾവ് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. ട്രിക്ക് അധികം പണിയെടുക്കാതെ ചെയ്യാനുള്ള. അത് ഞാൻ കഴിഞ്ഞ കപ്പാസിറ്റൻസിന്റെ കേസിൽ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. സോ ഇതാണ് നമ്മളെ പിക്ചർ എന്ന് വിചാരിക്കുക. ഓക്കെ. അതിന്റെ ആറാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഇവിടെ 4 4 4 എന്നാണ്. അതുപോലെ R എന്നാണെങ്കിൽ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ആർ എഫക്റ്റീവ് അല്ലെങ്കിൽ ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് 2R/3 എന്നാണ്. കാരണം ഇതുണ്ടോ, രണ്ട് ആദ്യത്തെ രണ്ട് റെസിസ്റ്ററും കൂടെ എന്ത് കിട്ടും, 2R എന്ന് കിട്ടും. ആൻഡ് 2R ആറുമായിട്ട് പാരലൽ ആണ്. സോ 2R into R ഡിവൈഡഡ് ബൈ 2R+R. അങ്ങനെയാണ് 2R²/3R എന്ന് കിട്ടും. ആറും ക്യാൻസൽ ചെയ്താൽ 2R/3 എന്ന് കിട്ടും. ഓക്കെ. 2R/3 ചെയ്ത് നോക്കിയാൽ മതി വേണമെങ്കിൽ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ട്രയാങ്കിൾ ആകുമ്പോൾ താഴെ 3 വരും, മുകളിൽ അതിനെക്കാട്ടി ഒന്ന് കുറഞ്ഞിട്ട് 2R വരും. ആൻഡ് ഇതേ പിക്ചർ ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് ചോദിക്കുകയാണ്. ഒരു എന്താ പറയാ, ആറ് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി. ആൻഡ് സ്ക്വയർ ഉണ്ടാക്കിയിട്ട് എന്ത് പറ്റുന്നു, ഏതെങ്കിലും രണ്ട് ടെർമിനലിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ഏതെങ്കിലും രണ്ട് ടെർമിനലിന്റെ ഇടയിൽ അത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിങ്ങനെ ഇടയിൽ കൂടെ ഒരു വര വരച്ചിട്ട് അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള അല്ല കണ്ടുപിടിക്കുന്നത്, അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ഇതെന്ന് പറയുന്നത് രണ്ട് ടെർമിനലിന്റെ ഇടയിലുള്ളത്. ഓക്കെ. സോ രണ്ട് ടെർമിനലിന്റെ ഇടയിലാണെങ്കിൽ സിമ്പിൾ ആണ്. ആർ ഇക്വലന്റ് എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ ആദ്യം ഡിനോമിനേറ്ററിൽ എഴുതാം. 4 എന്ന് എഴുതാം. എത്ര സൈഡ് ഉണ്ട്? 4. അതിനൊന്ന് കുറച്ചിട്ട് 3R. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു 15 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ഉണ്ടാക്കി. ഇതുപോലെ റെസിസ്റ്റൻസ് ഓരോ സൈഡിലും ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു 5 ഓമോ 15 ഓമോ അങ്ങനെ എന്തെങ്കിലും ആവും. സോ അങ്ങനെ ഒരു 5 ഓമുള്ള വെച്ച് കഴിഞ്ഞാൽ ആർ ഇക്വലന്റ് എന്തായിരിക്കും? അപ്പോൾ പോളിഗണിന്റെ സൈഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ സൈഡ് കൊടുക്കുക, ന്യൂമറേറ്ററിൽ സൈഡ് -1 × R. ഓക്കെ. ഇതാണ് ഒരു ഐഡിയ. അത് നിങ്ങളുടെ ഭാഷയിൽ തന്നെ എഴുതി വെച്ചാൽ ഞാൻ വേറെ എങ്ങനെ n-1 അങ്ങനെ ഒന്നും എഴുതുന്നില്ല. അപ്പൊ ഒരു ഇക്വേഷൻ കൂടുതൽ കിട്ടിയ പോലത്തെ ഫീൽ ആവും. ആൻഡ് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു റീസണിങ് ടൈപ്പ് ആണ്. ആക്ച്വലി ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ കേസ് പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് 2R/3. ഓക്കെ. താഴെ ട്രയാങ്കിളിന്റെ സൈഡ്, മുകളിൽ ഒന്ന് കുറഞ്ഞത്, അതാണ് അതിന്റെ ഒരു രീതി. ഇൻ ബിറ്റ്വീൻ ടെർമിനൽസിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ ഒരു 20 സൈഡ് ഉണ്ടെങ്കിൽ 20 സൈഡുള്ള റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ 1 2 3 അങ്ങനെ ഒരു 20 എണ്ണം വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ എയും ബിയും മാർക്ക് ചെയ്തു. മൊത്തം 20 സൈഡ്സ് ഉണ്ട്. 6 ഓമാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ ഇക്വലന്റ് കിട്ടുക, ഡിനോമിനേറ്ററിൽ 20 കൊടുക്കുക, 19R ഇങ്ങനെ കിട്ടുക ടെർമിനലിന്റെ ഇടയിലുള്ള. ആൻഡ് ഇതേ സംഭവം തന്നെ ഇതിന്റെ ഇടയിലൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അങ്ങനെയും കണ്ടുപിടിക്കാം. അതും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു വര വരച്ചിട്ട് ഇവിടെ ഞാൻ വല്ല സീന്ന് കൊടുത്തു. എന്റെ സീന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ മുകളിലത്തെ ഭാഗം, ഈ 1 എന്ന് മാർക്ക് ചെയ്തിരുന്ന ഭാഗം സീരീസിൽ, ഈ 2 എന്ന് മാർക്ക് ചെയ്തിരുന്ന ഭാഗം സീരീസിൽ. കാരണം 2R സീരീസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പകുതി 2R/2 ആറായിരിക്കും ഇക്വലന്റ്. ഓക്കെ. ആൻഡ് എല്ലാ പോളികളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു മീൻസ് ഈവൺ നമ്പർ പോളിഗൺ ആണെങ്കിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് 6 തന്നെ കിട്ടും. ഉദാഹരണത്തിന് 10 സൈഡ് ഒരു സ്ഥലത്തും 10 സൈഡ് ഒരു സ്ഥലത്തും നമ്മൾ നടുവിലൂടെയാണ് വരാതിരിക്കുന്നത് വിചാരിക്കാൻ. സോ ഇവിടെ ഒരു 10R, ഇവിടെ ഒരു 10R, അതിന്റെ പകുതി 5R അങ്ങനെ കിട്ടും. ഓക്കെ. സോ അതൊക്കെ അങ്ങനത്തെ പിക്ചർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടാം.
ആൻഡ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഈ സാധനങ്ങളൊക്കെ നോട്ടിലേക്ക് എഴുതുമല്ലോ. പിന്നെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ സെൻട്രലിലൂടെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും അത് നോക്കുക. ഓക്കെ, അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2R ഇവിടുത്തെ കേസിലാണെങ്കിൽ 2R 2R അത് രണ്ട് 2Rകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ പകുതി എന്നുള്ള രൂപത്തിൽ രണ്ട് 2Rകളെ. സോ 6 കിട്ടും. ഇവിടെ ഒരു 10ഉം ഇവിടെ ഒരു 10ഉം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മൊത്തം 20 സൈഡ് ഉണ്ടെന്ന് അർത്ഥം. സോ ഇതിന്റെ കേസിൽ 10 പകുതി 5 അങ്ങനെ കിട്ടുക. ഓക്കെ, ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പരമാവധി ഇതുപോലെ മുകളിലും താഴെയൊക്കെ എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ട് ഇതുപോലെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു ഫേമസ് ആണ്, ഫേമസ്, പക്ഷെ ഭയങ്കര എളുപ്പമാണ്. ഫേമസ് ആസ് വെൽ ആസ് ഈസി. ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ആൻഡ് എയും ബിയും ഞാൻ അടയാളപ്പെടുത്തിയില്ല, അടയാളപ്പെടുത്താം. എ ബി. 5 ഓം വരുമോ? 5 വരും. എങ്ങനെ വെച്ചാല് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമുക്കൊരു 20 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറുണ്ട്. അതിന് അതിനെ ചുരുട്ടി ഒരു സർക്കിൾ ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. റേഡിയസിനൊന്നും വലിയ എന്താ പറയുക പ്രാധാന്യമില്ല ബേസിക്കലി. And the resistance between its two diametrically opposite points A and B shown in the figure. ഈ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ അപ്പുറത്തുപ്പുറത്ത്, മീൻസ് ഡയമീറ്ററിന്റെ അപ്പുറത്തുപ്പുറത്തുള്ള പോയിന്റ്. ഓക്കെ, ആൻഡ് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു സെമി സർക്കിൾ ആയിട്ട് മുറിക്കും ഇതിനെ. ശരിയല്ലേ, സെമി സർക്കിൾ. അങ്ങനെ പറഞ്ഞാൽ ഇത്തരം ടൈപ്പ് ഓഫ് പ്രോബ്ലംസിന് നമ്മൾ സിമെട്രിക് ലോസ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുക. ഇൻ ദ സെൻസ് ഇതിനൊരു സിമെട്രി ഉണ്ട്. ഓക്കെ, ഒരു കറക്റ്റ് പകുതിയായിട്ടാണ് മുറിഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ഈ 20 ഓമിലെ 10 ഓം ഇവിടെയും 10 ഓം ഇവിടെയും പോകും. അത് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു യൂണിഫോം ആയിട്ടാണ് ഇതിനെ വയർ എന്ന് പറയുന്നത് യൂണിഫോം ആണ്, എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ പകുതി ലെങ്ത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്നാണ്. സോ ബേസിക്കലി നമ്മളടുത്തുണ്ടായിരുന്ന വയർ മുഴുവനായിട്ട് ചുരുട്ടി ഒരു സർക്കിൾ ആക്കുന്ന സമയത്ത് ആം, പകുതി പകുതി ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഹാഫ് സർക്കിളിനും പകുതി ലെങ്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ഹാഫ് സർക്കിളിനും പോകും. സോ അങ്ങനെ പറഞ്ഞാൽ ഒരു L/2 ആയി മാറും. L എന്ന് പറയുന്നത് L/2 ആവും. അപ്പൊ R എന്ന് പറയുന്നത് R/2 ആവണം. ഓക്കെ, അപ്പൊ 20 ഓം എന്നുള്ളത് ഇവിടെ 10 ഓമും ഇവിടെ 10 ഓമും ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് രണ്ട് 10 ഓം പാരലൽ ആയിട്ട് കൊടുത്താൽ 10/2. സോ 5 ഓം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ ഒരു നോട്ട് എന്ന് പറയുന്നത് 5 ഓം ആണ് ആൻസർ. ചിലർ പറഞ്ഞ കറക്റ്റ് ആണ്. ആൻഡ് ഒരു യൂണിഫോം യൂണിഫോം സർക്കുലാർ ലൂപ്പിന്റെ കേസിൽ
റെസിസ്റ്റൻസ് ബിറ്റ്വീൻ resistance between two diametrically opposite points is equal to നമ്മളടുത്തുണ്ടായിരുന്ന ടോട്ടൽ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. കാരണം ആദ്യം ഒന്ന് പകുതിയാവും, ശരിയല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു? 20 ഉണ്ടായിരുന്നു, 20 പകുതിയായി മാറി. പിന്നെ വീണ്ടും പാരലൽ കണക്ഷന്റെ കോമ്പിനേഷൻ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ വീണ്ടും പകുതിയാവും. സോ രണ്ടവണ പകുതിയാവുന്നതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ബൈ 4 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനത്തെ ഇക്വേഷൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വേഗം എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ 1/4 ആയിരിക്കും. സോ എഴുതുക, വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തട്ടിക്കോളുക. സമയലാഭം, എന്തോ നമ്മൾ പറയില്ലേ, സമയമോ ലാഭം, ഗുണമോ മെച്ചം. സോ ഗുണമോ മെച്ചം. ഓക്കെ, എന്റെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവണല്ലോ, ഇല്ല, മറന്നു പോയതാ. സോ ഞാൻ പറയുന്നു, ഈ 20 ഓമിന് പകരം ഒരു 16 ഓം ബെൻഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? 4. ഇങ്ങനെ ഡയമണ്ടിന്റെ ഓപ്പോസിറ്റ് 4 എന്ന് കിട്ടും. ജസ്റ്റ് പകുതി വീണ്ടും പകുതി എടുക്കുക, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒന്നെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാവും തരിക അവര്. അതും അല്ലെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്ഷൻ അതിലുണ്ടാവും. ഇപ്പൊ 5 ഓം ആണ് മെന്റ് ചെയ്തതെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഓപ്ഷനിൽ 5/4 ഉണ്ടാവും. സോ കൊടുത്തോളാം. അല്ലെങ്കിൽ അതുമായിട്ട് ഇക്വലന്റ് ആയിട്ടുള്ള റേഷ്യോ ഉണ്ടാവും. 5/4 പകരം 10/8 എന്നൊക്കെ കൊടുക്കും. ഇടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ. പക്ഷെ ബോത്ത് ആർ സെയിം. സോ ആ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് അവിടെ അങ്ങനെ എടുത്തു വെച്ചേക്കാം. ഓക്കെ, ദെൻ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കറണ്ടും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. കിട്ടുന്നുണ്ടോ? ഞാൻ ചെയ്യട്ടെന്നോ? നോക്കട്ടോ. ഇവിടെ 3 ഓം റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്നുണ്ട് 0.8 ആംബിയർ എന്നാണ്. ഓക്കെ, കറണ്ട്, അതായത് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 എന്ന് വിളിച്ചു. സോ ആ I1ന്റെ വാല്യൂ 0.8 ആംബിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ? 0.8 ഇൻറ്റു 3 അല്ലേ? V is equal to I into R. So you will get 2.4 വോൾട്ട് എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഓക്കെ, ആ ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ
ഡ്രോപ്പ് അല്ലെങ്കിൽ കൂടെ പോകുന്ന അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ദെൻ 6 ഓമിന്റെ അവിടെ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ? ഈ അപ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണോ അതോ ഡിഫറെന്റ് ആണോ? കോൺസ് കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെയും 2.4 വോൾട്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വി ഈസ് ഈക്വൽ ടു 2.4 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? I2 2.4 ഇൻറ്റു 6, സോറി 2.4 ഡിവൈഡഡ് ബൈ 6, ശരിയല്ലേ? V/R, അതാണ് I. എത്ര കിട്ടുക? 0.4 അല്ലെ? 24, 0.4 എന്ന് കിട്ടും. ഇങ്ങനെ രണ്ട് കറണ്ട് ആണുള്ളത്. ഒന്ന് 0.8 കറണ്ടും 0.4 കറണ്ടും. ഓക്കെ, ഈ രണ്ട് കറണ്ടും കൂടെ വന്നിട്ട് ഇവിടെയാണ് കൂടിച്ചേരുക. സോ I എന്ന് പറയുന്നത് I1 + I2 ആണ് ഇവിടെ. 0.8 പ്ലസ് 0.4, സോ യു വിൽ ഗെറ്റ് 1.2 ആംപിയർ എന്ന് കിട്ടും. ആൻഡ് ഇവിടുത്തെ റെസിസ്റ്റൻസ് 4 ഓം ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എന്താ? I × R. അതെന്ന് പറയുന്നത് 1.2 ആംപിയർ ഇൻറ്റു 4 ഓം. സോ യു വിൽ ഗെറ്റ് 4.8 വോൾട്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യാം. ഇതാണ് പ്രോപ്പർ വേ. അതായത് ഇത്രയും ഇതിനും വൃത്തിക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞു, ഇതിലൂടെ വരുന്ന കറണ്ട് നമുക്ക് എത്രയെന്ന് അറിയില്ല. I എന്ന് പറഞ്ഞൊരു കറണ്ട് വരികയാണെങ്കിൽ ആ കറണ്ട് പാരലൽ കണക്ഷനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് രണ്ട് പാത്ത് വേ കിട്ടും. സോ ആ രണ്ട് പാത്ത് വേയിലേക്ക് അത് മൂവ് ചെയ്യും. I1 ആയിട്ടും I2 ആയിട്ടും സ്പ്ലിറ്റ് ആയി. സോ ആ സ്പ്ലിറ്റ് ആവുന്നത് ആ റെസിസ്റ്ററിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻ ദ സെൻസ്, എന്താ പറയാ, നമ്മുടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ള രൂപത്തിലാണ് സ്പ്ലിറ്റ് ചെയ്യുക. സോ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ആദ്യത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചപ്പോൾ 2.4 വോൾട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 6 ഓമിലും അതേ പൊട്ടൻഷ്യലാണ് കിട്ടേണ്ടത്, കാരണം പാരലൽ കണക്ഷൻ ആണ് അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 2.4 അവിടെ പൊട്ടൻഷ്യൽ വന്നാൽ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. 2.4/6, 0.4 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ഈ രണ്ട് കറണ്ടും കൂടെയാണ് ഇവിടെ എത്തുന്നത്. ആ രണ്ട് കറണ്ടും കൂടി കൂടി ചേർന്നിട്ട് ജംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് സ്കാലർ ക്വാണ്ടിറ്റി ആണ്. സോറി, സ്കാലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ആഡ് ചെയ്താൽ മതി. 0.8 പ്ലസ് 0.4 എന്ന് കിട്ടും. സോ 1.2 ആംപിയർ എന്ന് കിട്ടും. അതിന്റെ 1.2 ആംപിയർ 4 ഓം റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് I × R ആണ്, അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഓക്കെ, ഓംസ് ലോ പ്രകാരം അങ്ങനെയാണ്. സോ അങ്ങനെയാണെങ്കിൽ 1.2 ഇൻറ്റു 4 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് ബേസിക്കലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്ന് പറയാനില്ല, ഏറ്റവും ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വേ. ആൻഡ് ഇത് ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്കറിയാം ഇവിടെ 2.4 കിട്ടിയപ്പോൾ ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 2.4 വോൾട്ട്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാ? ഈ പിക്ചറിനെ ഞാൻ തിരിച്ചു വരച്ച ഈ 6-3 വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 6-3 എപ്പോഴും കാണുന്ന സാധനം. 6-3 വന്ന 4 ആണെന്ന് ആരാ? ജലീലല്ല പറഞ്ഞത്, ജലീൽ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഇവിടെ 2 ഓമിന് 2.4 വോൾട്ട് ഉണ്ടെങ്കിൽ 4 ഓമിന്റെ കേസിൽ എത്രയായിരിക്കും? 4.8. 4.8. അങ്ങനെയും കണ്ടുപിടിക്കാം. ഏതാ എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ആൻഡ് രണ്ട് മെത്തേഡ് അറിഞ്ഞിരിക്കുന്നല്ല, കാരണം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ട് ഇങ്ങനെ പോയി എന്ന് അറിയണം. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, പാരലൽ കണക്ഷന്റെയും സീരീസ് കണക്ഷന്റെയും റെസിസ്റ്ററിന്റെ കേസ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും മറ്റേ R1 + R2 അതാണ് സീരീസിന്റെ, 1/R1 + 1/R2 ആണ് പാരലലിന്റെ, അങ്ങനെ മാത്രം പഠിച്ചു വെക്കാതെ പൊട്ടൻഷ്യൽ എന്താ അവസ്ഥ, കറണ്ട് എന്താ അവസ്ഥ, ഏതെങ്കിലും ഒന്നിന്റെ പഠിക്കാൻ പറ്റിയത് ഓപ്പോസിറ്റ് ആണ്. അത് യു ഹാവ് ടു സ്റ്റോർ ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഞാൻ ആണെങ്കിൽ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പഠിക്കാൻ നല്ലത്
പാരലലില് കറണ്ടിന് പോകാൻ രണ്ട് വഴിയുണ്ട്. സോ വഴി തെറ്റിപ്പോവും, അല്ലെങ്കിൽ രണ്ടെണ്ണായി പിരിഞ്ഞു പോകും. ഓക്കെ. സോ കറണ്ട് ഡിഫറെന്റ് ആണ് പാരലലില്, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. മറ്റേതിന്റെ കേസ് അതിന്റെ ഓപ്പോസിറ്റ്. അങ്ങനെ മാത്രം പഠിച്ചു വെക്കാം, അപ്പൊ ഒന്നുകൂടെ എളുപ്പമുണ്ടാവും. ഓക്കെ. ആൻഡ് ഇവിടെ ഈ 2.4 4.8 വരാൻ കാരണം എന്താ? ഇവിടെ എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു സീരീസ് കണക്ഷൻ ആയി, ശരിയല്ലേ? 2 ഓമും 4 ഓമും ഉള്ള സീരീസ് കണക്ഷൻ ആയി. സീരീസ് കണക്ഷനിൽ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, ഐ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ ഐ കണ്ടുപിടിച്ച് നോക്ക്. I1 എന്ന് പറയുന്നത് ഇത് ഇവിടെ, ഐ എന്ന് പറയുന്നത് V/R ആണ്, V/R. സോ 2.4 ഓം ഡിവൈഡ് ബൈ 2. സോ 1.2 ഓം, സോറി 1.2 ആംബിയർ. ഓം അല്ല, ആംബിയർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ I2 എന്ന് പറയുന്നത് 1.2 ആംബിയർ കിട്ടണം. കാരണം എന്താ? ഇപ്പത് സീരീസ് കണക്ഷൻ ആണ്, 2 ഓമും 4 ഓമും. ഇങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് അറിയാം താഴെ ഉള്ളത് 4 ഓം ആണ്. ഓക്കെ. അതിന് മുകളിൽ ഇവിടെ ഉള്ള വോൾട്ടേജ് നമുക്ക് അറിയില്ല. സോ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 4 × 1.2. സോ 4.8 ഓം. ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. എന്തുകൊണ്ട്, എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രോപ്പർ വേ. ഓക്കെ. ആൻഡ് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും. ഇൻ ദ സെൻസ്, ഇതിപ്പോ 2 ഓം, ഇവിടെ 4 ഓം. ഓക്കെ. ഞാൻ വേറെ വേറെ മെത്തേഡുകളും അതിന്റെ കുറെ ആസ്പെക്റ്റുകളാട്ടോ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാര്യം, ഈ ഇതിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് കിട്ടണം. കാരണം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു പുതിയൊരു കണക്ഷൻ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുടുങ്ങും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു വരണ്ട് വരച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടേ മാറിപ്പോയി. ഇവിടുന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ റെസിസ്റ്ററും കൂടി ഇട്ടാൽ സർക്യൂട്ട് മാറിപ്പോയി. സോ സർക്യൂട്ട് മാറിപ്പോയി. സോ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദിസ്. ഓക്കെ. ഇവിടെ 2 ഓം, പിന്നെ 2.4 വോൾട്ട് ആണ്. സോ ഇവിടെ 4 ഓം ആയി, അതിന് നേരെ ഇരട്ടി. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇരട്ടിയാവണം, അല്ലെ? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എന്നല്ലേ? വി ഈസ് ഈക്വൽ ടു IR. സോറി, ഐ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. വി ഈസ് ഈക്വൽ ടു IR ആണ് നമുക്കറിയാം. ആൻഡ് ഐ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, മാത്തമാറ്റിക്കലി. സോ ആറ് കൂടിയാലും കുറഞ്ഞാലും അതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ കൂടും. ഇവിടെ ഡബിൾ ആയി, അതുകൊണ്ട് ഡബിൾ ആയി. അതൊക്കെയാണ് കണക്ഷൻ. ഓക്കെ. സോ ഞാനിപ്പോ 2-3 മെത്തേഡാണ് മൊത്തത്തിൽ പറഞ്ഞത്. ഓക്കെ. അത് ഓക്കെ ആണോ? മനസ്സിലായോ? കത്തിയില്ലേ? ആ ഓക്കെ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്.
കിട്ടുന്നുണ്ടോ? എന്നാ ഞാൻ ചെയ്തുതരാം, നോക്കട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച ഇവിടെ ഈ 7, 1, 10 ഇതെങ്ങനെയുള്ളത് സീരീസ്. സീരീസ്? അതിന്റെ ഇക്വലന്റ് 7, 8, 10, 18 ഓം. ആൻഡ് ഈ 18 ഓമും 6 ഓമും എങ്ങനെയാ? പാരലൽ. 18 ഓമും 6 ഓമും എങ്ങനെയാ? പാരലൽ. പാരലൽ ആണ്. പാരലൽ അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ഇതിനെ എനിക്ക് മൊത്തമായിട്ട് ഇങ്ങനെ എഴുതാം, 18 ഓമിന്. ഓക്കെ, സോ 18 ഓമും 6 ഓമും കണ്ടോ, ടെർമിനൽസ് ഇങ്ങനെ കണക്റ്റഡ് ആണ്. സോ നമുക്ക് പറയാം പാരലൽ ആയിട്ടുള്ള ഒരു സീരീസിലാണ് കിടക്കുന്നത്, പാരലൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 18 ആറും പാരലൽ വന്നു കഴിഞ്ഞാൽ 18 × 6 / 18 + 6 24. ഓക്കെ, ആൻഡ് ഞാൻ ഒരു ടിപ്പ് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഈ 18 × 6 മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു വെട്ടിക്കളയാൻ വേണ്ടി പറ്റും കൂടുതൽ കേസ്. ഓക്കെ, സോ ഇവിടെ 6, 24, 4 തവണ 18/4. 18/4 എത്ര? 4 തവണ പോകും 16-ല്, പിന്നെ 2ആണുള്ളത്. സോ 2/4 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. 4.5. സോ ഇനി പിക്ചർ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഒരു 4.5 ഓം കൊടുക്കാം. ശരിയല്ലേ? ഈ ഭാഗമൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടോ. നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരികയാണ്. ഇത് മുഴുവൻ നമ്മൾ സോൾവ് ചെയ്തു. 6 ഓം വരെ നമ്മൾ സോൾവ് ചെയ്തു. അതിന് ബാക്കിയൊക്കെ എന്താ, ഏത് കണക്ഷനിലുള്ളത്? സീരീസ് അല്ലേ? 2, 4.5, 8, 0.5 ഒക്കെ അതാ ഇങ്ങനെ കണക്റ്റഡ് ആയി പോവാം. സോ ഇത് മുഴുവൻ കൂട്ടി നോക്ക്. 4.5, 0.5, 5, 5, 10, 15. സോ 15 ഓം ആണ് നമ്മുടെ ആർ ഈക്വലന്റ് എന്ന് പറയുന്നത്. ആർ ഈക്വലന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 15 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് കറന്റ് ആണ്. കറന്റ് എത്രയാ? 15 വോൾട്ട് ഡിവൈഡഡ് ബൈ 15 ഓം. സോ വിൽ ഗെറ്റ് 1 ആംപിയർ. 1 ആംപിയർ. മനസ്സിലായത്? എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കാരണം ഈ സംഭവം, ഈ സീരീസും പാരലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ 4.5 വരിക. 4.5 അല്ലേ വരിക? അതെ. 18 6 അല്ലേ? 18 × 6 ഡിവൈഡഡ് ബൈ 18 + 6. സോ 6ഉം 24 വെട്ടിയ 4. 18/4 എത്രയാ? 18 എന്ന് പറയുമ്പോൾ 16-ല് 4 ടൈംസ് ആൻഡ് ബാക്കി 2 ആണ്. 2/4. 2/4 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4.5. 4.5. ഓക്കെ, 4.5ഉം 4.5 തന്നെ അല്ലേ? അതെ, കാൽക്കുലേഷൻ റൂം ഇല്ലല്ലോ. ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇതേപോലത്തെ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് ഞാൻ പറയട്ടെ, റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻ എങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട്സ് ഉണ്ട് ആൻഡ് സർക്യൂട്ട് റീഡ്രോ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതും പോരാഞ്ഞിട്ട് വീസ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. സോ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ. ആൻഡ് ഇതും ആ ഒരു സിമ്പിളിൽ പെടുത്തിയാൽ മതി. ഇവരിവിടെ മീഡിയം എന്നാണ് കൊടുത്തുള്ളത്, ഏതോ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ സൈറ്റിൽ നിന്ന് എടുത്താണ്. സോ ഇനി ഒരു ഇതില് മെത്തേഡാണ് റീഡ്രോ ചെയ്യുന്ന മെത്തേഡ്. നമുക്ക് നോക്കാം. ആ, ജലീൽ പറ, എന്ത് പറഞ്ഞു? 0.5 ഓം മറ്റേ 268 പാരലായിട്ട് കിടക്കൂല. ഇല്ല, പാരലൽ ആയിട്ടല്ലല്ലോ. അത് നമുക്ക് കണക്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7ഉം 1ഉം 10ഉം എന്ന് പറയുന്നത് പാരലൽ ആവണ്ടേ? ഇതിങ്ങനെ ആ ടെർമിനൽസ് ഇങ്ങനെ കണക്റ്റഡ് ആയി നിൽക്കുക. അതിനെ നീട്ടി പരത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. 2 ഓം, 8 ഓം, 0.5 ഓം. ഞാൻ നീട്ടി വരച്ചാ നോക്കട്ടോ. 15 വോൾട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ,
ഇതിനെ ഞാൻ ഒന്ന് തിരിച്ചിട്ടു. 15 വോൾട്ടിന് പ്രശ്നമില്ലല്ലോ, തിരിച്ചിട്ടു. ആൻഡ് ഫസ്റ്റ് വരുന്നത് 2 ഓം. ഓക്കെ, വേറെ എവിടേക്കും കണക്ഷൻ പോയിട്ടൊന്നുമില്ലല്ലോ. 4.5 ടു 4.5. ഇനി അടുത്ത ആള് ഏതാ? 8. കണ്ടോ, അതിന്റെ ഇടയിൽ വേറെ എവിടേക്കും പോകുന്നില്ല. പിന്നെ 0.5 0.5 ഓം. അതും കൂടെ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. കണ്ടോ, ഇതൊക്കെ സീരീസ് അല്ലേ? ഓക്കെ. ഓക്കെ. സോ അങ്ങനെ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റീഡ്രോ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതല്ലെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കുക. അതിന് വേറെ എളുപ്പവഴിയൊന്നുമില്ല. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ്. എനിക്കറിയില്ല, കൂടുതൽ കുറേ സ്റ്റുഡൻസിനും ഇതുപോലെ ഒരു ഒരു ടഫർ ഏരിയ ആണ് ആക്ച്വലി ഈ റെസിസ്റ്റർ കോമ്പിനേഷൻ എന്ന് പറയാം. പക്ഷെ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി. സോ ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ ചില ആൾക്കാർ പറയും ഇത് ഇടയ്ക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഇത് എങ്ങനെ കറണ്ട് കൊടുക്കും, എങ്ങനെ ഇത് കൊടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞു കണ്ടോ, ഭയങ്കര എളുപ്പമാണ്. ആ പാരലലിൽ ഇങ്ങനെയാണ്, സീരീസിൽ ഇങ്ങനെയാണ്, അത് മൈൻഡിൽ ഉണ്ടെങ്കിൽ ഈസി. സോ അതുപോലെയാണ് ഇതും. ആ ഒരു പിക്ചർ ചെയ്ത് എടുക്കാൻ പറ്റിയ ഇറ്റ്സ് ഈസി. ആൻഡ് ഈ നമ്മളെ മാനിപ്പുലേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പല രൂപത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇപ്പോ താഴേക്കും മുകളിലേക്കും തിരിച്ചും മറിച്ചും. പക്ഷെ അതൊക്കെ ഒന്ന് തന്നെ. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്, റീഡ്രോ മെത്തേഡ്. റീഡ്രോ മെത്തേഡ് കണ്ട് ഞങ്ങൾ വിചാരിക്കും, ഓ എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത്, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ. സോ സർക്യൂട്ട് റീഡ്രോ മെത്തേഡ്. ഓക്കെ, ഇനി ഞാനൊരു സർക്യൂട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ എ ഉണ്ട്, 1 2 3 റെസിസ്റ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആർ ആർ ആർ. ആൻഡ് ഇതാണ് നമ്മുടെ ടെർമിനൽ ബി. ഓക്കെ, ഇതിപ്പോ എന്താ കണക്ഷൻ? സീരീസ് അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ സീരീസിലാണോ എയും ബിയും ടെർമിനലിന്റെ ഇടയിലുള്ള ഈ 3 റെസിസ്റ്റേഴ്സും? അത് തമ്മിൽ പാരലൽ. തമ്മിൽ തമ്മിൽ പാരലാണ്. ഓക്കെ, ആ തമ്മിൽ പാരലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോ ഈ ടെർമിനൽ എ എന്ന് പറയുന്നത് ഈ പോയിന്റും അതിന് ഇക്വലന്റ് അല്ലേ? വെറുതെ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നുള്ളൂ. ഓക്കെ, ആൻഡ് വേറെ ടച്ച് ഒന്നും ഇല്ലാതെയാണ് ഇതിവിടെ എത്തുന്നത്. സോ ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു. ഓക്കെ, ആൻഡ് ഇത് ബി ആണ്, ഇതും ബി ആണ്, ശരിയല്ലേ? ആൻഡ് ഇനി ഇത് നോക്ക്, എന്റെ ബിന്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ 1, എന്റെ ബിന്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ വീണ്ടും ഒന്നും കൂടെ, എന്റെ ബിന്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ ഒന്നും കൂടെ. ഇതിനെ വേണമെങ്കിൽ എനിക്ക് എ ഒരു റെസിസ്റ്റർ, 2 റെസിസ്റ്റർ, 3 റെസിസ്റ്റർ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ബേസിക്കലി ഈ റീഡ്രോ മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ പിക്ചർ ഇങ്ങനെ വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇത്തരം പിക്ചേഴ്സ് ഭയങ്കര എന്താ പറയാ, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഭയങ്കര ഫേമസ് ആണ്, കോമൺ ആണ്. ഫേമസ് ആസ് വെൽ ആസ് കോമൺ ആണ്. കോമൺ ആണ്. ഓക്കെ, സോ യു ഹാവ് ടു നോ ദിസ്. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഇതും എ തന്നെയാണ്. ഇത് കുറച്ചൊന്ന് നീക്കി വെച്ചാൽ മതി. ഓക്കെ, ആൻഡ് ഇത് എവിടെയും ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോയി ഇവിടെ എത്തി. സോ ഇതും എന്റെ ടെർമിനലിന് ഈക്വൽ ആണ്. ഓക്കെ, അതിന്റെ ഇടയിൽ റെസിസ്റ്റർ ഒന്നും വരുന്നില്ല. ആൻഡ് ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6. ആൻഡ് ഈ ബിയും ഇതുപോലെ ഇങ്ങനെ വരയ്ക്കാം. സോ എന്റെ ബിയുടെ ഇടയിൽ ഒരു 6, എന്റെ ബിയുടെ ഇടയിൽ ഒരു 6, എന്റെ ബിയുടെ ഇടയിൽ ഒരു 6. ആൻഡ് ഇവിടെ ഒരു റെസിസ്റ്ററും കൂടി വെച്ചെന്ന് വിചാരിക്കുക. സോ ഈ എന്ന് വേറെ ഒരു എയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു റെസിസ്റ്റർ, അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു റെസിസ്റ്റർ വരും. ഓക്കെ, അതിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാണിച്ചു തരാം. സോ ആദ്യം ഈ ഒരു ടൈപ്പ് മനസ്സിലാക്കുക. ഇത് അത്യാവശ്യം കോമൺ ആണ്. ഓക്കെ,
നമുക്ക് നോക്കാം. ഞാൻ അന്ന് കപ്പാസിറ്റർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു, റെസിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം കുറെ ചെയ്യും. ഇതേ സാധനം തന്നെയാണ് ആക്ച്വലി കപ്പാസിറ്ററിൽ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് ഇവിടെ ഇവിടെ കപ്പാസിറ്റേഴ്സ് ആണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ കപ്പാസിറ്റർ സീരീസ് കണക്ഷനിലല്ല. കപ്പാസിറ്റർ ആണെങ്കിലും എ ഒരു കപ്പാസിറ്റർ, രണ്ടാമതൊരു കപ്പാസിറ്റർ, മൂന്നാമതൊരു കപ്പാസിറ്റർ. ഓക്കെ. ഓക്കെ. സോ ഇത് ബി, സി, സി, സി. ഇവിടെ ആർ നെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് R/3 അല്ലെങ്കിൽ R/n ഇങ്ങനെ n ടൈംസ് സാധനം ഉണ്ടെങ്കിൽ കൊടുക്കാം. ആൻഡ് ഇവിടുത്തെ സി നെറ്റ് എത്രയാ? 3C. 3C ആണ്. ഓക്കെ. സോ ഇവിടെ ബേസിക്കലി കപ്പാസിറ്ററും റെസിസ്റ്ററും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒന്നിന്റെ പാരലൽ ഇക്വേഷൻ മറ്റേതിന് സീരീസിലാണ് കൊടുക്കുക, ഒന്നിന്റെ സീരീസ് ഇക്വേഷൻ മറ്റേതിൽ പാരലൽ ആയിട്ട് കൊടുക്കുക. ഓക്കെ. ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ എളുപ്പമാണ്. സോ റെസിസ്റ്റർ മാത്രം പഠിച്ചാൽ മതി, റെസിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കുക. ദെൻ കപ്പാസിറ്റർ നേരെ ഉൾട്ടാ. വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന പരിപാടി, റെസിസ്റ്റർ കപ്പാസിറ്റർ കണ്ടു കഴിഞ്ഞാലും റെസിസ്റ്ററിൽ എന്താ കിട്ടുക നോക്കും, R/3, അപ്പൊ 3R. അങ്ങനെയൊക്കെ അഡാപ്റ്റ് ചെയ്യാം. എന്ത് ഒക്കെ ഓൾ അപ് ടു യു. ഓക്കെ. നിങ്ങളുടെ എന്താ പറയാ ഇന്റലിജൻസിനും നിങ്ങളുടെ ഒരു യുക്തിക്കും അനുസരിച്ച് എങ്ങനെ വേണേൽ ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ആണ്. ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റർ എങ്ങനെയാ കണ്ടുപിടിക്കാം? ആൻസർ പറയാം. Five. 5 ആണ്. കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ. 20 kilo ohm, 20 kilo ohm, പിന്നെ 10 kilo ohm. സോ ഇത് മനസ്സിലായല്ലോ. ഈ സിയും ഡിയും നമുക്ക് റീപ്ലേസ് ചെയ്യാം. സി എന്ന് പറയുന്നത് ബിക്ക് ഇക്വലന്റ് ആണ്, ഡി എന്ന് പറയുന്നത് എക്ക് ഇക്വലന്റ് ആണ്. സോ ബേസിക്കലി ഈ ഫിഗർ ഞാൻ നേരത്തെ കാണിച്ച അതേ ഫിഗർ തന്നെയാണ്, സെയിം ആണ്. ഓക്കെ. ഈ സിയും ഡിയും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി വെറുതെ കൊടുത്തതാണ്. ഓക്കെ. ആൻഡ് ഇത് സോൾവ് ചെയ്യാൻ എങ്ങനെ സോൾവ് ചെയ്യാം? സിമ്പിൾ ആണ്. ഈ 20 കൂടെ പാരലലാ. സോ നിങ്ങൾക്ക് കിട്ടും 10 kilo ohm. പകുതി എടുത്താൽ മതി, രണ്ടെണ്ണം അല്ലെ, R/2. ആൻഡ് 10ഉം എന്താ പറയാ വീണ്ടും പാരലലാണ്. സോ അതിന്റെ പകുതി എടുക്കുക, 5 kilo ohm. സോ അത്ര എളുപ്പത്തിൽ കിട്ടും. അപ്പോ ആൻസർ പറഞ്ഞ ആരായാലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എളുപ്പം കിട്ടും. ഓക്കെ. 20 ആൻഡ് ഒരിക്കലും 10ഉം 20ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 10 × 20 ÷ 20 + 10. അതിന്റെ അടുത്ത വീണ്ടും ചെയ്യണം, അപ്പൊ ഒരുപാട് സമയം പോകും. സോ ഒരേപോലത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരേപോലത്തെ എപ്പോഴും എടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 20ന്റെ 20 10 10, രണ്ട് 20 രണ്ട് 10 ആണ്. അപ്പൊ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് 20 ചെയ്യാം, പിന്നെ രണ്ട് 10 ചെയ്യാം, എന്നിട്ട് ഒന്നിച്ചാക്കാം. സോ അങ്ങനെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ. സോ ഇത് 5 kilo ohm ആയിട്ടാണ് കിട്ടുക. എളുപ്പമാണ്. ഓക്കെ. ഈ പിക്ചറോ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും നോക്കും, ഒന്ന് ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് റീഡ്രോ ചെയ്യണം.
കിട്ടോ? അവിടെ 4R തന്നെയാണ്. ഇവിടെ പാരലൽ ആണ്, പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. സോ ഇത് ബേസിക്കലി ഇതും ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണ്, ഇതും കണക്റ്റഡ് ആണ്. ഈ മൂന്നെണ്ണം ഞാൻ പിക്ചർ വരച്ചത് ഇത് നോക്കിക്കോട്ടോ. ഈ ബി അല്ലേ, ഇത് നിങ്ങൾക്ക് ബി എന്ന് എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ല. ഇവിടെയോ ഇതും ബി തന്നെയാണ്, ശരിയല്ലേ? സോ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഇപ്പൊ എന്താ പറയാ, കയ്യിലൊരു സാധനം പിടിച്ച് കാണിച്ചു തരുന്നത്. ഇതിനെങ്ങനെയാണ് വളയ്ക്കുക? സോ വളച്ചു കഴിഞ്ഞാൽ എന്റെ മുകളിൽ ഇങ്ങനെ ബി ബി രണ്ട് റെസിസ്റ്റർ ഞാൻ കാണിച്ചത്. അതായത് എയിൽ നിന്ന് വേണ്ട, ബി എന്ന് തുടങ്ങും. ബിയിലേക്ക് എയിന്ന് ഒരു റെസിസ്റ്റർ, രണ്ടാമത്തത്, മൂന്നാമത്തത്, ഇങ്ങനെ മൂന്നെണ്ണം കിട്ടും. ആൻഡ് ആർ ആർ കണ്ടോ? ഈ ഒന്ന് ഇത് ബിയില് എത്തുന്നുണ്ട്. ആൻഡ് ആ എത്തുന്നതിന്റെ മുന്നേ ഒരു റെസിസ്റ്ററും കൂടെ വരുന്നുണ്ട്. കണ്ടോ? ഈ ഒരു റെസിസ്റ്റർ അങ്ങനെയാണ് ആഡ് ചെയ്യുക. ആൻഡ് ഈ രണ്ടെണ്ണം അതിനിങ്ങനെ മൂന്നാമത്തെ പാരലായിട്ട്. സോ ഇവിടെ ഈ ഒരു കണക്ഷൻ വന്നുകൊണ്ടാണ് ഈ മൂന്നെണ്ണം പാരലാവാൻ കാരണം. ഓക്കെ, കണക്റ്റഡ് ആയി. ആൻഡ് ഇത് നേരെ പോയിട്ട് ബിയിലേക്ക് കണക്ട്. സോ എന്ന് തുടങ്ങി ഇതിന് എൻ്റെ ഒരു സാറ് പറഞ്ഞ കാര്യമുണ്ട്. ഈ സാധനത്തിനാണ് പിടിച്ച് ഇപ്പുറത്തേക്ക് വലിച്ചിടുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാലും ഇതേപോലെ കിട്ടും. മൂന്ന് ആറ് പാരലായിട്ട് ആൻഡ് അതിന്റെ കൂടെ ഒരു റെസിസ്റ്റർ എക്സ്ട്രാ. ഓക്കെ, ഈ ഒരു പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് ഇത് എച്ച് സി വർമ്മ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഇത് ജെയ്മെയിൻസിനും നീറ്റിനൊക്കെ ആ ഒരു ബുക്കിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാട്ടോ. എച്ച് സി വർമ്മയിലെ 32nd ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ അവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് ഒന്ന് സോൾവ് ചെയ്ത് എത്ര കിട്ടുക? മൂന്ന് ആറുകള്. സോ നമുക്ക് R/3 എന്ന് കിട്ടും, ശരിയല്ലേ? ആർ ഇക്വലന്റ്. ആൻഡ് അതിന്റെ കൂടെ ഒരു ആറും കൂടെ എക്സ്ട്രാ വന്നു. സോ യുൽ ഗെറ്റ് ഒരു ആറും കൂടെ വന്ന് R equivalent is equal to R/3 into R divided by R/3 plus R. R/3 plus R. So 4/3R, അല്ലേ? 4/3 R by. So കറക്റ്റ് അല്ലേ? ഇതിന് തെറ്റു. R/3 into R divided by R plus R/3 എത്രയാ? R plus 3R, 4R/3. ശരി. സോ R equivalent എന്ന് പറയുന്നത് ഈ 3 താഴേക്ക് വന്ന 3/12 R. ഓ സോറി നിങ്ങൾക്കൊന്നും പറഞ്ഞൂടെ? ഈ R/3 ആറും സീരീസിലല്ലടാ, പാരലൽ അല്ലല്ലോ. ഇപ്പൊ നോക്കണ് ഇങ്ങനെ കൊറേ കാട്ടിക്കൂട്ടി നോക്കണ്. അതെ, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എന്തോ ഒരു തകരാറ് പറ്റിയല്ലോ. സോ R ഇക്വലന്റ് എന്ന് പറയുന്നത് ഈ R/3 ആറും സീരീസിലാ. സോ R/3 പ്ലസ് ആറ്, അത്രേ ഉള്ളൂ. 4R/3 പരിപാടി കഴിഞ്ഞു. ഞാനത് ചിന്തിക്കുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ടോ. ഓക്കെ, സോ ആ പിക്ചർ വരച്ചാണ് മെയിന്. ഇങ്ങനെ ടെർമിനൽസ് കൊടുക്കാൻ പറ്റണം, അതാണ് അതിലാണ് കഴിയുന്നത്. ഈ ബി ബി. സോ അങ്ങനെ ആകുമ്പോൾ ഇതിനിങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റും. ആൻഡ് ഈ ബിയിലേക്ക് തന്നെയാണ് എയിൽ നിന്ന് ഒരു റെസിസ്റ്റർ മറ്റേമയ്ക്ക് മറ്റേന്
ഈ മൂന്നെണ്ണം ഇങ്ങനെ വളച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ റെസിസ്റ്റർ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക, ആൻഡ് ഈ റെസിസ്റ്റർ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് ബിയിലേക്ക് കണക്റ്റഡ് ആക്കാം. ആൻഡ് ഈ എന്ന് ഒന്ന് ഇതുമെന്ന് ഇങ്ങനെ ആയിട്ടൊരു കണക്ഷൻ, അതാണ് ഈ ഒരു കണക്ഷൻ. കത്തിയോ? സോ അതാണ് ആ പിക്ചറിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. ആ മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ട്, ആൻഡ് അതിന്റെ കൂടെ വേറൊന്ന് എമെന്ന് പോയിട്ട് അത് ബിയിലെത്തുന്നുണ്ട്. അതിന്റെ ആ ബിയിലെത്തുന്നതിന് മുന്നേ ഈ സാധനം വരും. ബിയിലെത്തുന്നതിന് മുന്നേ എന്ന് തുടങ്ങി ബിയിലെത്തുന്നതിന് മുന്നേ ഈ കുന്തത്തിനെ തൊടുന്നുണ്ടല്ലോ അല്ലെ. അതാണ് ഇത് ഇങ്ങനെ പോയിട്ട് ഇതിനെ തൊടണ്ടേ, ഇങ്ങനെ പോയിട്ട് ഇവിടെ തൊടണം. സോ അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു സാധനം പോയിട്ട് ഇതിനെ തൊടും മൊത്തത്തിനെ. സോ അങ്ങനെയാണ് ആ പിക്ചർ വരുന്നത്. ഓക്കെ, സോ ഞാൻ പിന്നെയും വീണ്ടും വീണ്ടും പറയാണ്, ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം നിങ്ങൾ സോൾവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഫെമിലർ ആയി മാറും. ഓക്കെ, പല ആസ്പെക്റ്റിൽ ഇതിന് സോൾവ് ചെയ്യാം, ആൻഡ് യു ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. പഠിക്കണം പഠിക്കണം. ഓക്കെ, ഏനങ്ങട് വലിച്ചാലോ? ഏനെ വലിക്കുന്നതിന്റെ പ്രശ്നം എന്താ അറിയോ? ഏനെ വലിച്ചു കഴിഞ്ഞാൽ നോക്ക്, ഇവിടെ ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇത് ഇതിനെ മുട്ടിയിരിക്കുക. ഇപ്പൊ ഈ ഏനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോ ഈ ഒരു സാധനം ഇതുമ്മ തട്ടണം. അത് നീ എങ്ങനെ വരയ്ക്കാം? ബുദ്ധിമുട്ടല്ലേ? ഏന ഏന വലിച്ചിടുന്ന പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ വേണേ കാണിച്ചു തരാം. പിന്നെ സാർ എപ്പോഴാ ക്ലാസ് തീരുക? ക്ലാസ് എപ്പോഴാണ് നമുക്ക് തീർക്കേണ്ടത്? ഒരു കാര്യം കൂടിയേ ഉള്ളൂ, വീസ്റ്റോൺ ബ്രിഡ്ജും കൂടി പറഞ്ഞിട്ട് നമ്മൾ തീർക്കും. ഓക്കെ, ജലീന അങ്ങോട്ട് പോകണ്ടോ? ഇന്ന് വെള്ളിയാഴ്ച ഒന്നും പള്ളി പോകണ്ടോ? വിശക്കണു. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചില്ല, നമുക്കറിയാം. നോക്ക്, ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അധ്യാപന കിട്ടിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നിട്ട് നിങ്ങള് വിശക്കണു എന്ന് പറഞ്ഞിട്ട് പോവാ. യാ, കൈയൊക്കെ തരുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇതാണ് തീർന്നോട്ടെ. എന്നാ പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഒരു ക്ലാസ്സും അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര ക്ലാസ്സും കൂടി വേണ്ടി വരും ഈ ചാപ്റ്റർ തീരാൻ. കാരണം അത്യാവശ്യം ഉണ്ട്. ഞാനിത് കുറച്ച് വലിപ്പിച്ചിട്ട് എടുക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോക്കുണ്ട്, EMI AC എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമുക്ക് എന്താ പറയാ, അപ്പൊ നിങ്ങൾ പിടിച്ചിരിക്കണം, നല്ല സ്പീഡിലാണ് പോവാം. ഓക്കെ, ചളി ചളി ചളി, രാവിലെ തന്നെ ചളി. സോ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ക്ലാസ്സിൽ എന്തുകൊണ്ട് വലിച്ചിട്ടാ പ്രശ്നമുണ്ടെന്ന്? ആ ഒരു ഏഹ്, പ്രശ്നമുണ്ട്, വരച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ വീസ്റ്റൺ ബ്രിഡ്ജ്. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് പറയാം. ഇതിനെ നമുക്ക് പറയാൻ പറ്റിയ ഒരു അൺനൗൺ അറിയാത്ത റെസിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു അൺനൗൺ വാല്യൂ കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ് ബേസിക്കലി വീസ്റ്റേൺ ബ്രിഡ്ജ്, അൺനൗൺ റെസിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ. സോ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1833 എന്താ വെച്ചാൽ അതിന്റെ പേര് സാമുവൽ ആൻഡ് അതിനെ 1834 വീസ്റ്റോൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആക്കുന്ന രൂപത്തിൽ എത്തിക്കുന്നുണ്ട്. നെറ്റ് ചെറുതായിട്ട് പോയോ ഒന്ന്? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ആ, ചെറിയൊരു പോയില്ലല്ലോ. കട്ട്. ചെറുതായിട്ടൊന്ന് കട്ടായി. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, 1833 ഒരു സാമുവൽ ക്രിസ്റ്റി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ടാക്കി എടുത്തൊരു സെറ്റപ്പാണിത്, ഈ വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷെ ആ പേര് ഇയാൾക്ക് കിട്ടിയില്ല. അതെന്ത് ചെയ്ത് 1844 ഒരു 11 കൊല്ലങ്ങൾക്ക് ശേഷം വീസ്റ്റൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിന് വീണ്ടും മോഡിഫൈ ചെയ്ത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആക്കുന്ന രൂപത്തിലൊക്കെ എടുത്തു. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഒരു ചെറിയ ഡെറിവേഷൻ ഒക്കെ വേണമെങ്കിൽ എനിക്ക് കാണിക്കാം, പക്ഷെ ഞാൻ അതിന് അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഈ ഗാൽവനോമീറ്ററിൽ ഇവിടെ ഇടയിലുണ്ടല്ലോ 4 റെസിസ്റ്റർ ഉണ്ട്, PQRS. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് R1, R2, R3, R4 എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെ വേണേലും എഴുതാം. എങ്ങനെ എഴുതിയാലും ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണ് എടുക്കേണ്ടത്. P/R is equal to Q/S. ഇതാണ് വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ.
ഓക്കെ, ഞാൻ പറഞ്ഞു തീർന്നില്ല കേട്ടോ. ബാലൻസ്ഡ് കണ്ടീഷൻ. എങ്ങനെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് സീറോ ആണ്. സോ ഈ വീസ്റ്റൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇങ്ങനെ ഒരു 4 റെസിസ്റ്റർ എടുത്തിട്ട് എന്താ പറയാ, ഇതിനിടയിൽ ഗാൽവനോമീറ്ററും കൂടെ വെക്കുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ടാക്കി. അതിന് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പേരിട്ടു. ആ സയന്റിസ്റ്റിന്റെ പേരാണ് വീസ്റ്റൺ എന്ന് പറയുന്നത്. ആൻഡ് ആ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ലെഫ്റ്റ് ആമിലെ റെസിസ്റ്റേഴ്സ് P/R ഇസ് ഈക്വൽ ടു റൈറ്റ് ആമിലെ റെസിസ്റ്റേഴ്സിന് ഈക്വൽ ആണ് എന്നാണ് കണ്ടുപിടിച്ചു. ഓക്കെ. ആൻഡ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ ഇനി ബ്രിഡ്ജ് മീറ്റർ, പൊട്ടൻഷ്യോമീറ്ററിന്റെ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. സോ അതിന് മുന്നേ ഒരു ചെറിയൊരു ഇൻട്രോ എന്നുള്ള രൂപത്തിൽ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്തൊരു സർക്യൂട്ട് ഉണ്ട് വിചാരിക്കാം. അതിന് ആ സർക്യൂട്ടിൽ ഇതുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അതിന് എക്സ്ട്രാ ഒരു കറണ്ട് ഫ്ലോ ഒക്കെ ഉണ്ടാവുകയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഭയങ്കര ജനറൽ ആയിട്ട് പറയാണ്. വെറുതെ എക്സ്ട്രാ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ തെറ്റും. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മളുടെ എയറോപ്ലെയിനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ടെമ്പറേച്ചറിലൊക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ കറണ്ടിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരും. സോ ആ വേരിയേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ആവശ്യമുള്ള സർക്യൂട്ടിൽ ചെറിയൊരു മൈന്യൂട്ട് കറണ്ടോ ഡിഫ്ലക്ഷനോ ഉണ്ടായാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ പറ്റും. ഇപ്പൊ എയറോപ്ലെയിൻ ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ സർക്യൂട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിലുള്ള ആൾക്കാരെ കാര്യം കട്ടപ്പൊക്കെയാണ്. കാറാണെങ്കിൽ അവിടെ നിർത്തിയിടാന്ന് വിചാരിക്കാം. എയറോപ്ലെയിൻ എന്ത് ചെയ്യാം, മലമുകളിൽ കൊണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. എയർപോർട്ട് തന്നെ വേണം. സോ പ്രശ്നമാണ്. സോ അങ്ങനത്തെ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് ഇതിനുള്ളത്. ഓക്കെ. അതായത് ഫോൾട്ട് ഡിറ്റക്ടർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫോൾട്ട് ഡിറ്റക്ടർ ചെറിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ വരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ചെറിയ ഗാൽവനോമീറ്ററിലെ കറണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ചെറിയ കറണ്ട് വരെ ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ശരിയല്ല, അമ്മീറ്റർ കുറച്ചും കൂടെ വലിയ കറണ്ട് എന്നാണ് പറയാം. അതിന്റെ ആ ഫോൾട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ചെറിയ കറണ്ടിലെ വേരിയേഷൻ വരെ ഈ എന്താ പറയാ, ബാലൻസ്ഡ് കണ്ടീഷൻ തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഫോൾട്ട് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ P/R വിൽ നോട്ട് ബി ഈക്വൽ ടു Q/S. ഓക്കെ. ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു മോണിറ്ററിൽ എന്ത് പറ്റും, ഇങ്ങനെ ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഈ ഫോൾട്ട് ഡിറ്റക്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ സാധനം. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരുപാട് മോഡിഫൈഡ് വേർഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് NCERT-യിലുള്ള ഈ സാധനം. ആൻഡ് ഇതിന്റെ ഒരുപാട് മോഡിഫൈഡ് വേർഷൻസ് ഉണ്ട്. ഇത് തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു ഇത് ഏറ്റവും സിമ്പിൾ സർക്യൂട്ടാണല്ലോ. ഈ സിമ്പിൾ സർക്യൂട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക? ഓരോന്നിന്റെ അവിടെ എന്താ പറയാ, അവിടെ കൂടെ പാസ് ചെയ്യുന്ന വിയും ഐയും ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റൻസ് എടുക്കേണ്ടി വരും. ആൻഡ് ഇതൊക്കെ കൂടെ ഒന്നിച്ചെടുക്കുന്ന മോണിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സാധനമാണ് ഇത് ഈസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു കഥ, ബേസിക്കലി കഥ. ആൻഡ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് ആം ഈസ് ഈക്വൽ ടു റൈറ്റ് ആം. ലെഫ്റ്റ് ആമിലെ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റൈറ്റ് ആമിലെ റെസിസ്റ്റൻസ്. ഈ P/R/Q/S ഇതൊക്കെ ചിലപ്പോൾ മാറ്റിയിടും ചില ആൾക്കാർ. സ്വാഭാവികം. നമുക്ക് പണി തരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു ബി എന്താ പറയാ, ഫ്ലെക്സിബിൾ. എപ്പോഴും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരു വേരിയബിൾ ഒക്കെ മാറ്റിയിട്ടാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. സോ ലെഫ്റ്റ് ആം ബൈ റൈറ്റ് ആം ഇങ്ങനെ പഠിച്ചാൽ മതി, അതാണ് എളുപ്പം. ഓക്കെ. മോളും താഴേക്ക്. ഇവിടെ ആണെങ്കിൽ R1/R2, R3/R4. ഇതും വേണമെങ്കിൽ ചേഞ്ച് ആയിട്ടൊക്കെ പലരും ഇടുക. ചിലവർ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് R1, R2, R3, R4 എന്നൊക്കെ ഇടും. സോ വാട്ട് എവർ ഇറ്റ് ഈസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു കഥ. ഈ ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ആൻഡ് ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് ഒരു 4 റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതാണല്ലോ വിസ്റ്റം ബ്രിഡ്ജിന്റെ സെറ്റപ്പ്. അതിന്റെ ഒക്കെ R ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഗാൽവനോമീറ്ററിലൂടെ കറന്റ് പാസ് ചെയ്യാത്തൊരു കണ്ടീഷൻ, അതായത് IG 0 ആണ്. IG 0 ആണെങ്കിൽ നിങ്ങൾ ഈ സർക്യൂട്ടിനെ എങ്ങനെ വരയ്ക്കാം? സർക്യൂട്ടിനെ ജസ്റ്റ് R R
ആർ ആർന്ന് വരയ്ക്കാം, ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞ ടെർമിനലിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് എത്ര എന്ന് പറഞ്ഞേ ആരെങ്കിലും? സിമ്പിൾ ആയിട്ട് പറയാലോ. ആറ്. ആർ ഇക്വലന്റ് 6 തന്നെയാണ്, കാരണം മുകളിലും 2R താഴെയും 2R, സോ 6. ഓക്കെ. ജസ്റ്റ് ഒരു വേറെ ഒരു കേസായിട്ട് പറഞ്ഞെന്നുള്ളൂ. ആൻഡ് ഇതിൽ ഇനി വേറെ എക്സ്ട്രാ നമുക്ക് പറയാൻ വരാനുള്ളത് വേറെ ഒന്നുമില്ല. ഓക്കെ. ഇനി അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം സിമ്പിളാ. ഈ രണ്ട് ഒരു പ്രോബ്ലം, ഈ ഒരു അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ടോ ജലീല, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഇന്നെന്താ വീട്ടിൽ ബിരിയാണി ഉണ്ടോ? സാധാ സാധാ ചോറ് നമ്മളെ ഭാഗത്ത്. നോക്കട്ടെ, എന്നാ ഈ പ്രോബ്ലം ചെയ്ത് നോക്ക്. ജലീലൊന്ന് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് രാവിലെ തന്നെ. 11. ഇത് രാവിലെയാണ്, ഇത് ഉച്ചയായി, 11:00 ഇതെങ്ങനെയാണ് ചെയ്യാം? കിട്ടോ? സിമ്പിൾ ആണല്ലോ. എടാ ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാലൻസ്ഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ആമിലെ റേഷ്യോ റൈറ്റ് ആമിലെ റേഷ്യോന് ഈക്വൽ ആവണം. ലെഫ്റ്റ് ആമിലെ റെസിസ്റ്റേഴ്സിന്റെ റേഷ്യോ ആൻഡ് ഇതിന്റെ റൈറ്റ് ആമിലെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ രണ്ടും സെയിം ആവണം. അപ്പൊ എന്ത് കിട്ടും? 1/. ഒന്ന് 3/6 ആണ്, ഒന്ന് 4/8 ആണ്. സോ ബേസിക്കലി ഇത് ബാലൻസ്ഡ് ആണെന്ന് പറയാം. 14/3 ആണോ ആൻസർ? അതെ, ബാലൻസ്ഡ് ആണെങ്കിൽ ഈ ഒരു കുന്തത്തിനെ ഒഴിവാക്കിയേക്കാം. നടുവിലുള്ള സംഭവം വേണ്ട. കുമ്മനാണ്, കുമ്മനം വെറുതെ കയറിയിരിക്കുക. സോ ബേസിക്കലി ഇത് എന്ന് പറയുന്നത് ഗാൽവാനോമീറ്റർ റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. സോ അവിടെ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? ഇക്വേഷൻ എഴുതാം മുകളില് 3 4 അല്ലേ? മനസ്സില 7 ഓം ഇവിടെ കിട്ടും, താഴെ 8 ആറും 14 ഓം കിട്ടും. 14 ഓം. സോ അങ്ങനെയാണെങ്കിൽ ആർ ഇക്വലന്റ് എത്ര? രണ്ടും പാരലാണ്. 7 × 14 ÷ 21. ഓക്കെ. ഒരിക്കലും ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, വെട്ടിക്കളയാ. 14/3. 14/3 ഓം. ഓക്കെ. ഈ റെസിസ്റ്റേഴ്സിന്റെ എന്താ പറയാ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ കുറച്ച് വലിയ വാല്യൂസ് ഒക്കെ വരുമ്പോൾ വെട്ടിക്കളയുക, മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ 7 × 14 ചെയ്തിട്ട് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മീൻസ് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും എങ്ങനെയെങ്കിലും ഒക്കെ വെട്ടാൻ പറ്റും, കിട്ടും. ആ പറ. ഇവിടെ ഇപ്പോ സെൻട്രൽ വരുന്ന 7 ഓമിന് പകരം വേറെ അല്ലെ അതിൽ വേണ്ട. അപ്പം അത് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിലോ, മറ്റേ ബാലൻസ് കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിലൂടെയും കറണ്ട് പാസ് ചെയ്യും. സോ ആ സമയത്ത് നമുക്ക് നെറ്റ് റെസിസ്റ്റൻസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രലിലൂടെ പാസ് ചെയ്യാതെ വെക്കൂല. കാരണം സെൻട്രലിലൂടെ പാസ് ചെയ്യണമെങ്കിൽ രണ്ട് റെസിസ്റ്റൻസിലൂടെ പോകണ്ടേ. അപ്പോൾ ഒരു ഒറ്റ റെസിസ്റ്റൻസ് ആയി കണ്ടല്ലേ പോവാ എന്ന് ബിക്ക് പോകുമ്പോൾ.
എങ്ങനെ രണ്ട് റെസിസ്റ്റൻസിലൂടെ പോവാം? അതായത് മനസ്സിലായി. ഇതന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ബാലൻസ്ഡ് അല്ലാന്നൊരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉം. ആദ്യം കറണ്ട് 3 പാസ് ചെയ്ത് പിന്നെ 7 ഓമിലൂടെ കയറി പിന്നെ 8 ഓമിലൂടെ പോയി. അപ്പൊ 3 റെസിസ്റ്റൻസ് വന്ന്. നേരെ ഉം. മറിച്ച് 7 റെസിസ്റ്റൻസ് കുറക്കാനല്ല നോക്കുക. അപ്പൊ 3 ഓം കഴിഞ്ഞ് പിന്നെ 4 ഓം അങ്ങനല്ല പോകേണ്ടി വരിക. ഇനിയിപ്പോ ബാലൻസ്ഡ് അല്ലാന്നുണ്ടെങ്കിലും ഡയറക്റ്റ് പോയിക്കൂടെ എന്ന് ചോദിക്കുക. ഇല്ല ഇല്ല, അതായത് ഇത് ബേസിക്കലി നോക്കിക്കോ. മനസ്സിലായി. അതായത് നമ്മള് ബാലൻസ്ഡ് ആയ കണ്ടീഷനിൽ ഇങ്ങനെ കിട്ടിയല്ലോ, അത് ഓക്കെ അല്ലേ? ഇപ്പോ ഏഴ് ഏഴ് ഓം ഇവിടെ. ഓക്കെ, കളർ മാറ്റാം. ഓക്കെ, ബാലൻസ്ഡ് ആയ കണ്ടീഷനിൽ ഇങ്ങനെ 7 ഓം മുകളിൽ ആൻഡ് അതേപോലെ താഴെ 14 ഓം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പിക്ചറിൽ വരച്ചിട്ടുള്ളത് താഴെ. സോ ഇത് എന്ന് പറയുന്നത് പാരലൽ കണക്ഷനാണ്, 7 ഓം 14 ഓം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന കറണ്ട് ഇങ്ങനെയും ഇങ്ങനെയും പോവും, സ്പ്ലിറ്റ് ആയി പോകും, I1 I2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു 7 ഓമിലൂടെ 14 ഓമിലൂടെയാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ 14 ഓമിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. സോ അങ്ങനെ വരുമ്പോൾ 14 ഓമിലൂടെ പോകുന്ന കറണ്ടിന്റെ അളവ് കുറവായിരിക്കും. ആൻഡ് ഇതൊരു റേഷ്യോ, ഡബിൾ റേഷ്യോയിലായിരിക്കും. 7 ഓമിലൂടെ പോകുന്ന കറണ്ടിന്റെ പകുതി ആയിരിക്കും 14 ഓമിലൂടെ പോവാം. ബേസിക്കലി അതിലൂടെ പാസ് ചെയ്യും. 3 ഓമിന്ന് നേരെ 4 ഓമിലൂടെ പോയിട്ട് ബിയിലെത്തൂല, അതിന്റെ ഇടയിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. അല്ല ഒരു അതാണ്. അൺബാലൻസ് കാണിക്കോ? ഇനി അൺബാലൻസ്ഡ് കണ്ടീഷൻ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അൺബാലൻസ്ഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അൺബാലൻസ്ഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഈ 7 ഓം ഇല്ലേ, ഈ 7 ഓമിനും കൂടി പരിഗണിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഈ 3ഉം 6ഉം. ഇത് എന്താ പറയാ, ഈ അൺബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറ പരിപാടിയാണ്. ചൊറ പരിപാടി ഇൻ ദ സെൻസ് നമുക്ക് എന്താ പറയാ, ഞാൻ ഇപ്പൊ എങ്ങനെ എനിക്ക് പറഞ്ഞു തരാം ഈ സാധനം ആലോചിക്കട്ടെ. ടാസ്കാണ്. ഇതിലൂടെ പോവും, ഇതിലൂടെ പാസ് ചെയ്യും, ആൻഡ് ഇതിലൂടെ പോകുന്നതും ഈ ജംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ക്രിസ്റ്റോഫ് റൂൾസ് ഉപയോഗിക്കേണ്ടി വരും അതിന്റെ ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു സെക്ഷൻ വരുന്നുണ്ട് ബേസിക്കലി. ആൻഡ് ആ സമയത്ത് നമ്മൾ ഈ 7 ഓം കൺസിഡർ ചെയ്യണം ആക്ച്വലി. ആൻഡ് ഈ അൺബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വീസ്റ്റോൺ ബ്രിഡ്ജ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല, അതൊക്കെ. ഇനി അഥവാ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കില്ല. ഓക്കെ, അത് നമുക്ക് എന്താ പറയാ, ക്രിസ്റ്റോഫ് റൂൾസ് ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആ സമയത്ത് ഞാൻ പറയണ്ടത്. ഓക്കെ. ഓക്കെ. അല്ല അപ്പൊ നമുക്ക് അൺബാലൻസ് പഠിക്കേണ്ടതുണ്ടോ? നീറ്റിന്റെ എങ്ങനെ? ഇതിലുണ്ടോ? അൺബാലൻസ്ഡ് കണ്ടീഷൻ നീറ്റിന്റെ ഇതിൽ പഠിക്കാണ്ടോ ചോദിക്കാം. വേണ്ട, അത് ഈ സംബന്ധിച്ച വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബാലൻസ്ഡ് ആക്കിയിട്ട് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി ഇവിടെ അൺബാലൻസ്ഡ് കണ്ടീഷൻ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഫോൾട്ട് ഉണ്ട്, ആൻഡ് ഈ അൺബാലൻസ്ഡ് കണ്ടീഷനിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. അത് നമ്മൾ വെറുതെ ചത്തകുട്ടിരെ ജാതകം നോക്കാന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അതിന്റെ ആവശ്യമില്ല. അതിന് കണ്ടുപിടിച്ചിട്ട് എന്താ, നമുക്ക് ഒരു ഫോൾട്ട് ഉണ്ടെന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ. അതിന്റെ ഫോൾട്ടിന്റെ മുകളിലാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. അല്ല മീൻസ് ഫോൾട്ട് ഇല്ലാത്ത കണ്ടീഷനിൽ വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മളുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് നമുക്ക് വേണ്ട ഒരു കണ്ടീഷൻ. അവിടെ അതെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഈവൻ ഈ ഇൻസ്ട്രുമെന്റ്സിലും സാധനത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. ഓക്കെ. അല്ല സാറേ, ഇപ്പോ ഉം. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ഒരു കറണ്ട് പോകുമ്പോൾ 3 ഓമിലൂടെ ഇപ്പൊ നമ്മളവിടെ 3 എന്നുള്ളത് 2ഉം 4 എന്നുള്ളത് ഒരു 5 ആക്കുകയാണെങ്കിൽ ഉം. ഓക്കെ, അപ്പോൾ ആ 3 ഓമിന്റെ കൂടി പോയിട്ട് 4 ഓമിലൂടെ പോവുകയാണെങ്കിൽ അവിടെ 2 റെസിസ്റ്റൻസ് അല്ലേ വരുന്നുള്ളൂ. ആ പിന്നെ ഇനി 3 ഓം പിന്നെ 7 ഓം പിന്നെ 8 ഓം അങ്ങനെ പോകുമ്പോൾ 3 റെസിസ്റ്റൻസ് വരുമ്പോൾ എന്തായാലും 3 റെസിസ്റ്റൻസിലൂടെ പോവാന് കറണ്ട് പോവില്ലല്ലോ. പോവില്ല മീൻസ് ഇവിടെ 2 ഉണ്ടാവുമ്പോ 3 കൂടി പോവില്ലല്ലോ. അങ്ങനെ ഒരു തിയറി ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കേട്ട അങ്ങനെ പോലെ. തിയറി ഇല്ല. ബേസിക്കലി എന്താ നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ
മൂന്ന് സ്ഥലത്ത് നിന്ന് അടി കിട്ടുമെങ്കിൽ ഒരു സ്ഥലത്ത് കൂടെ പോവാതിരിക്കാൻ നോക്കും. പക്ഷെ കറണ്ടിന് എന്ത്, കറണ്ട് കറണ്ടിന് അങ്ങനെയൊന്നുമില്ല, കറണ്ട് പോകും. ആൻഡ് ആ പാസ് ചെയ്യുന്നത് ആ റെസിസ്റ്ററിന് അക്കോർഡിംഗ് ആയിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ 7 ഓമും 14 ഓമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കറണ്ടിന് വിചാരിച്ചാൽ പോരെ, ഞാൻ ഇപ്പൊ 7 ഓമിലും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമായിട്ട് പോവാം, അത്ര റെസിസ്റ്റൻസ് കുറവാണ്, 14 ഓം ഒഴിവാക്കിയേക്കാം. പക്ഷെ കറണ്ട് അങ്ങനെ ചെയ്യില്ല, കറണ്ട് ഒരു മാന്യനാണ്. ടോട്ടൽ ഓക്കെ. പാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഓമും 4 ഓമും കൂടി നോക്കുമ്പോൾ 7 ഓം അല്ലേ വരുന്നുള്ളൂ. മറ്റേത് നോക്കുകയാണെങ്കിൽ 3 ഓം 7 ഓം 8 ഓം വരുമ്പോൾ തന്നെ ഒരു സീരീസ് പോലെ അത്യാവശ്യം ഉം ഒരു ഉം. പക്ഷെ അങ്ങനെ തിയറി ഇല്ല. കറണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി അതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് വെള്ളം ഒഴിക്കാന്ന് വിചാരിക്കുക സ്ഥലത്ത്, ഒരു ഇങ്ങനെ കുറെ 3-4 ഡിവിഷൻസ് ഉണ്ട്. ആൻഡ് അതെങ്ങനെ പാസ് ചെയ്യുക, അതിന് ആ മൂന്ന് സ്ഥലത്ത് കൂടെ ഒരേപോലെ റെസിസ്റ്റൻസ് പല രൂപത്തിലായിരിക്കും. ചില ചെറിയ നാരോ വഴിയായിരിക്കും, കുറച്ച് വലിയ വഴിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ വഴി കൂടെ കുറെ വെള്ളം പോകും, നാരോ വഴി കൂടെ കുറച്ച് വെള്ളം പോകും. പക്ഷെ വെള്ളം വിചാരിക്കുന്നില്ല, എന്താ പറയാ, ഈ വലിയ വഴി കൂടെ പോയിക്ക് വേഗം എത്താലോ. അപ്പോ മീൻസ് ആ ലോജിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലായില്ല. അപ്പോ ആ ഒരു ലോജിക്കാണ്, അത്രേ ഉള്ളൂ സാധനം. ആ, ഓക്കെ. ആൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആൻഡ് ഇറ്റ്സ് സോ ക്രിട്ടിക്കൽ ആക്ച്വലി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ചിന്തിപ്പിക്കുക. നമ്മളും വിചാരിക്കില്ല അതിപ്പോ എന്താ. പക്ഷെ ദ തിങ് ഈസ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഈ സയന്റിസ്റ്റ്, മറ്റേ ഐൻസ്റ്റീൻ ഒക്കെ ഇല്ലേ, ഐൻസ്റ്റീൻ ഒക്കെ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. പുള്ളി പുള്ളി ബേസിക്കലി ഒരു തിയററ്റിക്കൽ സയന്റിസ്റ്റാണ്. ആൻഡ് പുള്ളി ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യായിരുന്നു. മോർ ദാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി അപ്പുറം പുള്ളിയുടെ തിയറീസ് ഭൂരിഭാഗം തോട്ട് എക്സ്പെരിമെന്റ്സിലായിരുന്നു. അത് നിങ്ങൾ ഈ ചത്ത പൂച്ചർ എക്സ്പെരിമെന്റ് അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും. അത് ഷോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെന്റ്, അങ്ങനെ കുറെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്, തോട്ട് എക്സ്പെരിമെന്റ്സ്. ആൻഡ് പല തിയറീസിനെ ഇങ്ങനെ, എന്താ പറയാ, കീറി മുറിച്ചിട്ടൊക്കെ പരിശോധിക്കുന്ന രൂപത്തിലായിരുന്നു ഇവരുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ഒരു സാധനത്തിനെ സെർട്ടൈൻ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, അതിന്റെ മൊമെന്റവും പൊസിഷനും. നമുക്ക് ഏതെങ്കിലും ഒന്ന് പറ്റും, അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അതൊരു സൂപ്പർ പൊസിഷനിലാണ് ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ഇതിനെ ഐൻസ്റ്റീൻ കളിയാക്കിയത് എങ്ങനെയാ വെച്ചാൽ, ഒരു മറ്റേ കാടില് മരം വീഴാന്ന് വിചാരിക്കും, ഒരു കാട്ടില്. അവിടെ ഒരു ആരും ഇല്ലെങ്കിലും ആ മരം വീഴുമ്പോ സൗണ്ട് ഉണ്ടാവും. അവിടെ ആള് പോയി നിന്നുകൊണ്ട് മാത്രം സൗണ്ട് ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? ഇവര് എന്താ പറയാ, ക്രിട്ടിക്കലി ചോദിക്കുകയാണ് ഇങ്ങനത്തെ സാധനങ്ങള്. അതേപോലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ഐൻസ്റ്റീൻ. അതായത് എനിക്ക് മൂന്ന് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണ് ഇഷ്ടം, ഞാൻ നോക്കുമ്പോൾ മാത്രമേ മൂന്ന് അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ മൂന്ന് ഇല്ല, ഉണ്ട് എന്നുള്ള സൂപ്പർ പൊസിഷനിലാണ്, അതിലൊരു അടിസ്ഥാനം ഇല്ല എന്നൊക്കെ പറയുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സിനെ തളർത്താൻ വേണ്ടിയിട്ട് ഇവര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് തളർത്തുന്നത്. ഡിബേറ്റ് ഒക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഡിബേറ്റ്. നല്ല രസമാണ്, പിള്ളേരെക്കാട്ടി കഷ്ടം. പക്ഷെ അവിടെ നിന്നാണ് എന്താ പറയാ, ഈ പല തിയറീസും ഫോം ചെയ്യുന്നത്. സോ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഇതുപോലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആൾക്കാര്. എന്തുകൊണ്ട് ആയിക്കൂടെ പോയില്ല, എന്താ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ ദൂരം എടുക്കണ്ടേ. പക്ഷെ അവര് ലോജിക്കലി ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ടിന് അത് അറിയില്ല, അത്രേ ഉള്ളൂ. മനുഷ്യനല്ലോ, മുന്തില്ലല്ലോ, പോവും. സംതിങ്സ് ആർ ഫാക്ട്സ്. ഇതൊക്കെ ഒരു ഫാക്ടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, കറണ്ടിനാണ് പോവാം. ഓക്കെ. ആൻഡ് ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമുക്ക് പോവാം. എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, എന്തോ കുത്തി പറയുന്ന പോലെ. അല്ലടാ, കാര്യമായിട്ട് സത്യം. ഇത് ഐ ലവ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ഒരു ത്രില്ലില്ല നമുക്ക്. ഓക്കെ. ആൻഡ് ഫിസിസ്റ്റുകളൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ പറയാം. ചോദ്യങ്ങളിൽ നിന്നല്ല എല്ലാം ഉണ്ടാവുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കുള്ളൂ. ശരി.
കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം കേട്ടോ. ടെന്നാണോ? എങ്ങനെ? ടെന്നോ? കറക്റ്റാ ടെന്നാ. ജസ്റ്റ് കിട്ടാത്തവര് നോക്കിക്കോ. സിമ്പിളാണ്, സോൾവ് ചെയ്യും. സോ ബേസിക്കലി ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഫോർ റെസിസ്റ്റൻസ് ഓഫ് 15 ഓം 12 ഓം 4 ഓം 10 ഓം റെസ്പെക്റ്റീവ്ലി ഇൻ സൈക്ലിക് ഓർഡർ. സൈക്ലിക് ഓർഡർ എന്ന് പറയുമ്പോൾ അതാണ് ഫസ്റ്റ് സെറ്റപ്പ്, സൈക്ലിക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, തിരിച്ചു വേണമെങ്കിൽ ആന്റി സൈക്ലിക് അല്ല, സൈക്ലിക് ഓർഡർ. ഓക്കെ, സോ അത് കൊടുത്തു. 15 12 4 10 ഫ്രം വീസ്റ്റോൺ നെറ്റ്വർക്ക് ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ഓഫ് 10. സോ 10 ഓമിന്റെ കൂടെ ഒരു റെസിസ്റ്റൻസ് ഞാൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്ത് വിചാരിക്കും, എക്സ് എന്ന് വിളിച്ചു ഞാൻ. ആൻഡ് ബാലൻസ് ചെയ്യണം. ബാലൻസ്ഡ് കണ്ടീഷൻ എന്താടാ? ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആമിലെ റേഷ്യോ 12/4 എന്ന് പറയുന്നത് ലെഫ്റ്റ് ആമിലെ റേഷ്യോക്ക് ഈക്വൽ ആവണം. ലെഫ്റ്റ് ആമിലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ എന്ത് ഒരു okay. ഇവിടെ 12/4 എന്നല്ലേ? അപ്പൊ ഇവിടെ 15ന്റെ കൂടെ എത്ര വരണം? 12/4 എത്രയാ? 3 ആണ്. സോ 15ന്റെ കൂടെ ഞാൻ വൈ എന്ന് വിളിച്ചു. 15ന്റെ കൂടെ എന്ത് വരണം? 15 ഒരു 5 വന്നാലല്ലേ 3 ആവുള്ളൂ. ഇത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ആട്ടോ പറയുന്നത്. സോ 15ന്റെ കൂടെ 5 വരണം. ഇപ്പൊ 15ന്റെ കൂടെ 10 ഉള്ളത്. 15ന്റെ കൂടെ 5 വരണം. ഇപ്പൊ 15ന്റെ കൂടെ 10 ഉള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ 10നെ നമുക്ക് 5 ആക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കണക്ട് ചെയ്യണം? 10 ഓം കണക്ട് ചെയ്യണം. 10 ഓമും 10 ഓമും കണക്ട് ചെയ്താൽ ഇക്വലന്റ് 5 ഓം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ആൻഡ് ഇത് മനസ്സിലാവാത്തവരുണ്ടോ എന്തെങ്കിലും? ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയണം. ഫസില, കത്തിയോ? ആ ഇതൊക്കെ അവിടെ അല്ലേ? സിമ്പിൾ അല്ലേ? അതായത് ഇങ്ങനെ ചിന്തിക്കാം. ആൻഡ് ഇനി പ്രോപ്പർ വേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ഇവിടെ എന്തായാലും 3 ആണ് കിട്ടേണ്ടത്. 12/4 ഈക്വൽ ആവണം ഇത്. സോ സോ നമുക്കറിയാം 15/3 കിട്ടണം. എങ്ങനെ? ഈ 10ന്റെ കൂടെ എന്താ പറയാ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ 10 × 10 + x. ഓക്കെ, ഈ ഒരു ഫോമില് കിട്ടണം അല്ലെ? പാരലൽ കണക്ഷൻ 15/3 കിട്ടണം. അതെന്ന് പറയുന്നത് 10ന്റെ കൂടെ എത്ര ചെയ്താലാണ് ആവാന്ന്. ഓക്കെ, അഥവാ 5 കിട്ടണമെങ്കിൽ 15/3 എന്ന് പറഞ്ഞാൽ 5. സോ 5 കിട്ടണമെങ്കിൽ 10x ഡിവൈഡ് ബൈ 10 + x. സോ 10 + x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 10 + x. സോ യു വിൽ ഗെറ്റ് 5x 50. സോ 5x = 15 കിട്ടും. സോ x എന്ന് പറയുന്നത് 10 ഓം എന്ന് കിട്ടും. ഓക്കെ, മാത്തമാറ്റിക്കലി. സോ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ 5 ആയതുകൊണ്ട് നമുക്ക് വേറെ വല്ല 6ഒക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. 5 കിട്ടണമെന്ന് മനസ്സിലാക്കിയോണ്ടാണ് നമ്മൾ 10ന്റെ കൂടെ 10 വെച്ച് 5 കിട്ടും ആ ഒരു ആസ്പെക്റ്റിൽ എടുത്തത്. ആൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതുപോലെയാണ് കൂടുതലും ഉണ്ടാവുക. ഓക്കെ, സോ ഒന്ന് ഒരു കണക്ഷൻ കിട്ടിയല്ലോ അല്ലെ? ആ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പാർട്ടില് മെത്തേഡ്. എന്താ പറഞ്ഞു കേട്ടില്ല? കാൽക്കുലേഷൻ പാർട്ടില് 15/3 അല്ലേ? 15/3. പക്ഷെ ഇവിടെ അത് 5 ആയി. 15/3 എത്രയാടാ? 5 അല്ലേ? ഓക്കെ. ഓക്കെ, 5 എഴുതി. സോ 5 × 10 + x. അല്ലെങ്കിൽ മറ്റേ ചിലക്കൊക്കെ എഴുതാം, പക്ഷെ ഒരുപാട് സമയം പോകും. 30x = 150 + 15x എന്ന് ഒക്കെ കണക്ക് തന്നെ. എങ്ങനെ ചെയ്താലും കിട്ടും. സാർ ആ മാത്തമാറ്റിക് പാർട്ട് ഒന്നുകൂടെ പറയോ? പറയാം. സോ നമുക്ക് മനസ്സിലായി. ഞാനിപ്പോ എവിടെ എഴുതാം? വായിക്കാം. മാത്തമാറ്റിക്സ് പാർട്ട്. മാത്തമാറ്റിക്സ് പാർട്ട്.
നമുക്ക് മനസ്സിലായി. ഇത് കത്തിയില്ലേ? 12/4 അതേ റേഷ്യോയിൽ വേണം 15/something വരണമെങ്കിൽ. ഓക്കെ. സോ 12/4 എന്ന് പറഞ്ഞാൽ 3 is equal to 15 ഈ റെസിസ്റ്റൻസ് ഞാൻ 6 എന്ന് വിളിച്ചു. സോ ആ റെസിസ്റ്റൻസ് മൊത്തത്തിൽ നമുക്ക് കിട്ടേണ്ടത് 15/3 അഥവാ 5 കിട്ടേണ്ടത്. 5 ഓമാ കിട്ടേണ്ടത്. ഓക്കെ. സോ അതായത് ഇതിനെ മുഴുവനായിട്ടാണ് ഞാൻ 6 എന്ന് വിളിച്ചത്. സോ 6 എന്ന് പറയുന്നത് 5 ഓം ആണ്. 5 ഓം ഈസ് നത്തിങ് ബട്ട് 10 into x divided by 10 plus x. ശരിയല്ലേ? അതായത് പാരലൽ ആയിട്ടുള്ള ഈ കണക്ഷന്റെ ബേസിക്കലി വാല്യൂ കിട്ടേണ്ടത് 5 ആണ്. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് നിങ്ങൾക്ക് 10 ഓം എന്ന് കിട്ടും. ഓക്കെ. ആ സൊല്യൂഷൻ ഓക്കെ അല്ലേ? സൊല്യൂഷൻ അറിയാം. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെങ്ങനെ എടുത്തു എന്നുള്ളതല്ലേ കത്താതിരുന്ന ജലീലെ? ഇപ്പൊ മനസ്സിലായോ? ആ ആ ആ. ഉം. അത് ഞാൻ ഈ എക്സും വൈയും എല്ലാം കൂടി എടുത്തിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ടത് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ. 6 എടുത്താൽ മതി. അതായത് ആ മൊത്തം റെസിസ്റ്റൻസ് അത് നമുക്ക് 5 കിട്ടണം, എന്നാലേ ആ റേഷ്യോ 3 ആവുള്ളൂ. സോ റേഷ്യോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കിട്ടണം അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നാളത്തെ ക്ലാസ്സിൽ നാളെ രാവിലെ തന്നെ എടുക്കണോ? രാവിലെ ഒരു സുഖം ഉണ്ടല്ലേ? അത് രാത്രിയാണ്. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? നാളെ ഇലക്ഷൻ ഒക്കെയാണ്. ഓ, വോട്ട് ചെയ്യാൻ പോണല്ലേ? നമുക്ക് നമുക്ക് ക്ലാസ് എടുത്തൂടെ? രാത്രിയൊക്കെ വൈകിട്ട് അങ്ങ്